بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമ ഉമ്മത്തിന് പരിചയപ്പെടുത്തി തരുന്നത്. അതുവരെ ലാ റബ്ബ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യരിലേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമയുമായിട്ട് പ്രവാചകന്മാർ വരുന്നത്. നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബിൻ്റെ റിസാലത്ത് വരെയുള്ള സമൂഹം, ആ 10 തലമുറ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പറ്റിയേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റില്ല. അന്ന് ലാ റബ്ബ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുകയായിരുന്നു അവർ. നാം വിശദീകരിച്ചതുപോലെ ആകാശത്തിൽ നിന്ന് കിട്ടിയ ഇൽമനുസരിച്ച് അള്ളാഹുവാണ് റബ്ബ് എന്ന് ജീവിച്ച് തെളിയിക്കുകയായിരുന്നു ആദമും, തുടർന്ന് ശീസും, തുടർന്ന് ഇദ്രീസും. ആ 10 തലമുറ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകൾ. 11ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ലോകത്തോട് പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലെ ലാ ഇലാഹയിലെ ലാ പ്രശ്നമാണ്. ലാ ഇലാഹ എന്നതിലെ ലാ പ്രശ്നമാണ്. ഇല്ലല്ലാഹ് എന്ന കലിമയിലെ ഇല്ല അതിന് പരിഹാരവുമാണ്. പ്രശ്നമില്ലാതെ ഒരിക്കലും തൗഹീദ് ദഅവത്ത് ചെയ്യാൻ കഴിയില്ല. സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ജഹാലത്താണ്, വിവരക്കേടാണ്. ചിലർ പറയാറുണ്ട്, തൗഹീദിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാകുന്നു, നാട്ടിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നു, മനുഷ്യർക്കിടയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ 313 മുർസലീങ്ങൾ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ്, ബഹളത്തിൻ്റെ ആൾക്കാരാണ്, പ്രശ്നത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയേണ്ടി വരും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു ജനം. 5 ജാറങ്ങളും ആ ജാറങ്ങളെ പരിപാലിക്കുന്ന കുറച്ച് മൗലാനമാരും അതിലൂടെ കിട്ടുന്ന വരുമാനവും
അങ്ങനെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു ജനം. നിസ്കരിക്കുന്നവർ നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നവർ നോമ്പ് വെക്കുന്നു, പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോകുന്നു, ദിക്റ് ചെല്ലുന്നവർ ദിക്റ് ചെല്ലുന്നു. അങ്ങനെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ 5 ജാറങ്ങളെ വെച്ചുകൊണ്ട് 5 ദർഗകളെ വെച്ചുകൊണ്ട് ജനം ജീവിക്കുമ്പോൾ എന്തിനാണ് നൂഹ് നബി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പറയുന്ന ഭാഷ അനുസരിച്ച് തൗഹീദിന്റെ പ്രബോധനം പ്രശ്നം തന്നെയാണ്. എന്താ സംശയം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലെ ആദ്യത്തെ ലാ തന്നെ പ്രശ്നമാണ്. എന്താണ് ലാ? ഒന്നും പറ്റൂല എന്നുള്ളതാണ് ലാ. പ്രശ്നം ഉണ്ടാക്കാണ്ട് തൗഹീദ് ദൈവത്യം എന്ന് പറഞ്ഞാൽ ലാ മാറ്റണം. സൂഫി തരീക്കത്തുകാർ പറയും പോലെ ഇല്ലല്ലാ മാത്രം പറയണം, ലാ ഇലാഹ വെട്ടിയേക്കണം. ലാ ഇലാഹ ഇല്ല ലാ പ്രശ്നമാണ് കൂട്ടുകാരെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ കൊണ്ടാണ്. നിങ്ങൾ ഈ പറയുന്ന മാതിരി സൗഹാർദ്ദത്തോടു കൂടി പോകണം, എല്ലാവരും ഒന്നിച്ച് പോകണം, ഒറ്റ സുപ്രീം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം, ഒറ്റൊന്നിച്ച് കിടക്കണം, ഒന്നിച്ചുറങ്ങണം, എല്ലാവരും തിന്നണം കുടിക്കണം, വേറെ ഒന്നും കാണാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല, എല്ലാം ഒപ്പിച്ചിട്ട് പറയണം. അത് ദീനല്ല. അങ്ങനെയാണെങ്കിൽ നൂഹ് നബിക്ക് ഒപ്പിക്കാമായിരുന്നില്ല. എന്തിനാണ് നൂഹ് നബി പ്രശ്നം ഉണ്ടാക്കിയത്? 950 കൊല്ലം പ്രശ്നമായിരുന്നില്ല അന്ന് ഇറാഖിൽ. എന്തിനായിരുന്നു ആ 5 ജാറങ്ങളെ നൂഹ് നബി തള്ളി പറഞ്ഞത്? റിസാലത്തിന്റെ തുടക്കം തന്നെ പ്രശ്നമല്ലേ? വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ എന്തിനാണ് തൗഹീദ് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് നൂഹ് നബി? 100 കണക്കിന് കൊല്ലം ആ തലമുറ സുഖമായി ജീവിക്കുകയല്ലേ, തിന്ന് കുടിച്ച് മതിച്ച് ജീവിക്കുകയായിരുന്നില്ലേ? ആർക്കും എന്തും ചെയ്യാൻ, ആരും ചോദിക്കാനില്ല, പറയാനില്ല. ദർഗകളും ദർഗയിലെ 5 ദർഗകളും 5 ദർഗ, വദ്ദിന്റെ ദർഗ, സുവായിന്റെ ദർഗ, യൗക്കിന്റെ, യൗസിന്റെ, നസറിന്റെ ദർഗ, ഈ 5 ദർഗകൾ, ആ ദർഗകൾ പരിപാലിക്കുന്ന പൂജാരിമാരായ കുറെ മൗലാനമാര് തിന്നുക കുടിക്കുക, ബിരിയാണി, ചോറ്, നെയ്ച്ചോറ് എല്ലാം കൂടി എന്ന് സുഖമായി ജീവിക്കുകയായിരുന്നില്ലേ? ആ സമയത്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. വന്ന് തുടക്കം തന്നെ പ്രശ്നമാണ്. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? നിങ്ങൾക്ക് കടുകടുത്ത ശിക്ഷ വരാൻ പോകുന്നുണ്ട്, സൂക്ഷിച്ചോളൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ തെറ്റ് തിരുത്തണം. എന്തായിരുന്നു തെറ്റ്? 5 ദർഗകൾ. ആ 5 ദർഗകളും ദർഗകളുടെ യാഹദ്രത്തിയും മൗലാനമാരും ഷെയ്ഖുനമാരും ബിരിയാണിയും ചെമ്പും സലാത്ത് അൽക്കിയും ദിക്റൽക്കേറ്റും അടക്കുകയായിരുന്നില്ലേ സമൂഹം? അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കടുകടുത്ത ശിക്ഷ വരാൻ പോകുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നത്. എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റെന്നറിയുമോ? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ ഇടയിൽ കൊണ്ടുവരാൻ പറ്റുകയില്ല. എന്തിനാണ് നൂഹ് നബി പ്രശ്നം ഉണ്ടാക്കിയത്? പിന്നെ അങ്ങോട്ട് മുഴുവനും പ്രശ്നങ്ങളല്ലേ? നൂഹ് നബി ജനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമല്ലേ? അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൽ അള്ളാഹു തആല പറഞ്ഞിരുന്നുണ്ടല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രശ്നങ്ങൾ. എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? നിങ്ങളെ ഈ ഭാഷ അനുസരിച്ചാണെങ്കിൽ ഇബ്രാഹിം നബി വലിയ പ്രശ്നക്കാരനല്ലേ? സലഫികളായി പറയുന്നത് പ്രശ്നമൊന്നും വേണ്ട, നമ്മൾ ഒത്തിട്ട് പോയാൽ മതി എന്ന്. അതെങ്ങനെ ശരിയാവും? മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും എങ്ങനെ ഒന്നിച്ച് ശരിയാകുക? സലഫികളും ഷിയാക്കളും എങ്ങനെയാണ് ഒരു സഫിൽ ഒന്നിച്ച് നിൽക്കുക? അതെങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും? അത് പ്രവാചകന്റെ റിസാലത്തിനെതിരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇറാഖിൽ നമ്രൂദിന്റെ ഭരണത്തിന്റെ കീഴിൽ സുഖസുഭിക്ഷമായി ജീവിക്കുകയായിരുന്നില്ലേ ജനം? തിന്നുകുടിച്ച് മതിച്ച് ജീവിക്കുകയായിരുന്നില്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു നൂഹി ശരീഅത്തനുസരിച്ച് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം, നോമ്പോക്കുന്നവർക്ക് നോമ്പ് നോക്കാം, കള്ളുടിക്കുന്നവർക്ക് കള്ളുടിക്കാം, സിന ചെയ്യുന്നവർക്ക് സിന ചെയ്യാം. രാജാവിൻ്റെ ഭാഗത്തു നിന്നൊരു തടസ്സമില്ല. രാജാവ് തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ കൊടുക്കും. അങ്ങനെ റാഹത്തായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇബ്രാഹിം നബി എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഇബ്രാഹിം നബി കയറിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പോകുന്ന രീതി ഒന്നും ശരിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ഈ രീതികൾ മുഴുവനും ഒഴിവാക്കണം. ലാ ഇലാഹ, ഒന്നിനെ അംഗീകരിക്കാൻ പറ്റൂല. ഇല്ലല്ലാഹ്, അള്ളാഹിനെ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഈ നമ്രൂദ് പറയുന്ന മാതിരി അവിടെ അംഗീകരിക്കാം, ഇതും അംഗീകരിക്കാം, അടിയും പോകാം, അമ്പലത്തിലും പോകാം, ചർച്ചിലും പോകാം, ജാറത്തിലും പോകാം, ദർഗയിലും പോകാം, പള്ളിയിലും പോകാം, സൽഫി പള്ളിയിലും പോകാം, ഖുറാഫി പള്ളിയിലും പോകാം. ആ പരിപാടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിച്ചില്ല. പ്രശ്നമായില്ലേ? ഭയങ്കരമായ രൂക്ഷമായ പ്രശ്നമായില്ലേ? അവസാനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ നമ്രൂദ്? അത്രത്തോളം രൂക്ഷമായില്ലേ പ്രശ്നം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്? നിങ്ങൾക്ക് ഇടുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. ആര് പറഞ്ഞു അങ്ങനെ കാര്യം നടക്കണമെന്ന്?
എന്നാലേ നമുക്ക് എല്ലാവരും കൂടി ഒത്തിട്ട് പോകാൻ പാടുള്ളൂ. നമ്മൾ ഒത്തിട്ട് പോകണമെന്ന് ആര് പറഞ്ഞു? ആദർശ രംഗത്ത് അങ്ങനെ ഒരു ഐക്യമില്ല. മാനുഷിക രംഗത്ത് ഐക്യമാവാം. അത് നമ്മൾ പറഞ്ഞല്ലോ, ഖിലാഫത്തിൻ്റെ അടിസ്ഥാനം. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിന്നോ ജൂതനെന്നോ നോക്കുന്ന പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ചോളം തുറന്ന മൈതാനമാണ്. ഒരു കട, ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയി, ഒരു ഹിന്ദുവിൻ്റെ കട, നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങും. അത് ഹിന്ദുവിൻ്റെ കടയാണ് നമ്മൾ പരിഗണിക്കില്ല. തൊട്ടിപ്പുറത്ത് നല്ല താടിയെല്ലാം വെച്ച് നിസ്കാരത്തേമ്പുള്ളൊരു കാക്കാൻ്റെ കട, അതുകൊണ്ട് അവിടെ പോകണ്ട എന്നുള്ള തീരുമാനമൊന്നും മുസ്ലിങ്ങൾക്കില്ല. ആവശ്യപൂർത്തീകരണത്തിന് അസ്ബാബുകളെ സംഘടിപ്പിക്കുന്നതിനും അതും ജാതിയും നോക്കേണ്ടതില്ല. ആവശ്യത്തിനുള്ള സാധനം, ഹലാലായ സാധനം ഹിന്ദുവിൻ്റെ കടയിൽ നിന്ന് കിട്ടുമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, ക്രിസ്ത്യാനിൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാം, മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാം. ഇതല്ലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അക്കീദ. അത് ഹിന്ദു ആയതുകൊണ്ട് അവനെ ബഹിഷ്കരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ദീനിലുണ്ടോ? ഇവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇവൻ നല്ല താടിയും നല്ല തൊപ്പിയും നല്ല നെറ്റിത്താമ്പല്ലുണ്ട്, അതുകൊണ്ട് അവിടെ പോകാൻ പാടുള്ളൂ എന്നങ്ങനെ ഒരു ദീനുണ്ടോ? ഇല്ല. ഇൻസാനിയത്തിൻ്റെ വിഷയത്തിൽ നാം മാനുഷികതയെ അംഗീകരിക്കുന്നു. ആദർശത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം തൗഹീദ് മാത്രം. ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും നീക്കുപോക്കുകളും ആ വിഷയത്തിലില്ല. ഇനിയും ഞാൻ ചോദിക്കട്ടെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രശ്നമുണ്ടാക്കിയത് എന്തിനാണ്? ഫിറൗന്റെ അധികാരത്തിൻ്റെ ചോട്ടിൽ സുഖസുഭിക്ഷമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ ജനം ഈജിപ്തിൽ? തിന്നുന്നവനിക്ക് തിന്നാം, കുടിക്കുന്നവനിക്ക് കുടിക്കാം, മദ്യപിക്കുന്നവനിക്ക് മദ്യപിക്കാം, കൊല്ലുന്നവനിക്ക് കൊല്ലാം, കൊള്ള നടത്തുന്നവനിക്ക് കൊള്ള നടത്താം. ഇബ്രാഹിം ഈ ശരീഅത്തനുസരിച്ച് നിസ്കരിക്കുന്നവനിക്ക് നിസ്കരിക്കാം, നോമ്പ് വെക്കുന്നവനിക്ക് നോമ്പ് വെക്കാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരക്കുട്ടിയല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ, ഇസ്ഹാഖിൻ്റെ മകൻ, യാക്കൂബിൻ്റെ മകൻ്റെ മകനല്ലേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം? ആ ഇബ്രാഹിമി ശരീഅത്തും ഇസ്ലാം ഒന്ന് നിലവിൽക്കുകയല്ലേ ഈജിപ്തിൽ? അതിൻ്റെ ഇടയിലല്ലേ ഫിറൗൻ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ഫിറൗൻ കയറിയിട്ട് എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞു, തിന്നോളാം, കുടിച്ചോളാം, മതിച്ചോളാം, ഉത്സവം, കാർണിവൽ, എല്ലാ ഏർപ്പാടുകളും ഫിറൗൻ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ അടിയിൽ കയറിയിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്? ജനങ്ങൾ സുഖമായി ജീവിക്കുകയായിരുന്നില്ലേ? എന്തിനാ മൂസാ നബി ബഹളമൊക്കെ ഉണ്ടാക്കിയത്? ധൈര്യമുണ്ടോ പറയാൻ? ധൈര്യമുണ്ടോ പറയാൻ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രശ്നക്കാരനെന്ന് പറയാൻ ധൈര്യമുണ്ടോ? പറ. അതെല്ലാം കഴിഞ്ഞ് ചരിത്രത്തിന്റെ ഇങ്ങേയറ്റത്തേക്ക് പോവാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 4500 കൊല്ലമായിട്ട് ഖുറൈശികൾ സുഖമായിട്ട് ജീവിക്കുകയല്ലേ മക്കത്ത്, കഅബാലയത്തിന്റെ തണലിൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചുകൊണ്ട്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും എല്ലാം നോമ്പ് നോക്കുന്നു, കൃത്യമായി നോമ്പ് വെക്കുന്നു, ആശുറ നോമ്പ് വെക്കുന്നു, കൃത്യമായിട്ട് തവാഫ് ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, തിന്നുന്നു, കുടിക്കുന്നു, അപ്പുറത്ത് കള്ളുകുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, കൊല്ലുന്നു. ഇപ്പുറത്തുനിന്ന് ഹൽക്കകൾ, ദിക്ർ ഹൽക്ക, സലാത്ത് ഹൽക്ക, ജാറ ഹൽക്ക, 313 ജാറത്തിന് ചുറ്റും തവാഫ് ചെയ്യാൻ കുറേ മൗലാനമാർ, മുഖ്യ പൂജാരി അബൂലഹബ്, വരുന്നവർ സ്വർണം കൊണ്ട് വരുന്നവർക്ക് ജാറം വേറെ, കുതിരകളെ കൊണ്ട് നേർച്ച വരുന്നവർക്ക് ദർഗ വേറെ, ഒട്ടകത്തിന് നേർച്ചയായിട്ട് വരുന്നവർക്ക് ദർഗ വേറെ. സാമ്പത്തിക രീതി അനുസരിച്ചാണ് ദർഗയിലെ രീതി. അവിടെയെല്ലാം ഇലാഹ ഹദ്റത്തി പറഞ്ഞിട്ട് തൃപ്തിപ്പെടുത്തുന്നത് അബൂലഹബാണ് ആ സീസണിൽ അവിടുത്തെ പൂജാരി. സുഖമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ ഖുറൈശികൾ? എന്തിനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? അബൂജഹലും പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ, ഞങ്ങൾക്കിടയിൽ നീ ഗ്രൂപ്പ് ഉണ്ടാക്കി മുഹമ്മദ്, ഞങ്ങളെ നീ കുടുംബക്കാരെ തെറ്റിച്ചു, അലിഹാദ ജമാഅത്തന. ഈ തോന്നിയവാസം പറയാനാണോ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണോ, ഈ തോന്നിയവാസം പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഞങ്ങളെ ഐക്യത്തോടുകൂടി കുടുംബം ജീവിക്കുകയായിരുന്നില്ലേ? കുടുംബത്തിൽ ശിഥിലമുണ്ടാക്കിയില്ലേ നീ? കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഉപ്പാനും മക്കളെയും വേറെ പറയാക്കിയില്ലേ നീ? എന്ത് തോന്നിയവാസമാണ് മുഹമ്മദ് നീ ചെയ്തതെന്നല്ലേ അന്ന് ഖുറൈശികളും ചോദിച്ചത്. ഇപ്പോഴും ആ ഖുറൈശികൾ അനുയായികളായ ഷിയാക്കൾ ചോദിച്ചാൽ നമുക്ക് രസമുണ്ട്, സെൽഫിയോട് ചോദിക്കുമ്പോൾ നമുക്ക് വേദന. ഖുറൈശികൾ അനുയായികളായ ഷിയാക്കൾ ചോദിച്ചാൽ നമുക്ക് പ്രശ്നമില്ല, അതവരെ പാരമ്പര്യമാണെന്ന് പറയാം. മുഹമ്മദ് മുസ്തഫ തങ്ങൾ അനുയായികൾ എന്ന് പറയുന്ന സെൽഫികൾ ചോദിച്ചാൽ അതിൻ്റെ താരതമ്യം ഏറ്റവും വലിയ അപകടം അതല്ലേ? ഷിയാക്കളേക്കാൾ വലിയ അപകടകാരികൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥയും കൊണ്ട് നടക്കുന്ന സലഫികളല്ലേ ഏറ്റവും വലിയ അപകടകാരികൾ? ഖുറൈശികളേക്കാൾ ഈ മാനസികാവസ്ഥയും കൊണ്ട് നടക്കുന്നവർ. നമുക്ക് ആള് കൂടിയാൽ മതി, നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ആള് കൂടിയാൽ മതി. അത് ഖുറാഫി ആയാലും ശരി, ഷിയാക്കളായാലും ശരി, നസ്രാണി ആയാലും ശരി, മുശരിക്കായാലും ശരി, പള്ളി നിറച്ചോ ആള് വേണം. നമുക്ക് വേറൊന്നും ആലോചിക്കേണ്ടിയില്ല. അതുകൊണ്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അകത്തൊന്നും പറയാൻ പാടില്ല, ഒപ്പിച്ചൊപ്പിച്ച് പറഞ്ഞാൽ മതി. എങ്കിൽ അഷ്റഫുൽ ഖൽക്കിന് അങ്ങനെ ചെയ്യാമായിരുന്നില്ല? ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവണോ? റസൂലുള്ളാഹി തങ്ങൾക്ക് ആ രീതിയിലൊരു ഐക്യത്തിന് വേണ്ടി അവർ വന്നിരുന്നല്ലോ. ഖുറൈശിക്കൂട്ടം ഐക്യത്തിന് വേണ്ടി വന്നില്ലേ അഷ്റഫുൽ ഖൽക്കിന്റെ അടുക്കിലേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബൂ താലിബിന്റെ അടുക്കിലേക്ക് പലതവണ ഐക്യ സംഭാഷണവുമായിട്ട് വന്നിട്ടില്ലേ? ഉത്ബത്തും ഷൈബത്തും വലീദും ഒക്കെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉത്ബത്തും ശൈബത്തും ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, നീ പറയുന്നതൊക്കെ നീ പറഞ്ഞോ, നമുക്കൊരു സന്ധിയിലെത്താം, ഒരു സംഭാഷണത്തിലെത്താം. എന്താണ് നിങ്ങൾ പറയുന്ന ഡിമാൻഡ്? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു. 1 കൊല്ലം 1 വർഷം നീ ഞങ്ങളോടൊപ്പം ദർഗയിലേക്ക് വരിക, ദർഗ കുഴപ്പമില്ല എന്ന് പറയുക, ഇലാഹത്രയിൽ പങ്കെടുക്കുക, റാത്തീബിലും കുത്തിബത്തിലൊക്കെ നീ പങ്കെടുക്കുക. അന്നും റാത്തീബും കുത്തിബത്തൊക്കെ ഉണ്ടായിട്ടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചൊന്ന് നബിയും അല്ല റസൂലും അല്ല. ഖദീജ ബീബിന്റെ വീട്ടിലാണ് താമസം. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന അയൽവക്കാരൻ ഒരു ഹദീസ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത്രയും കൊല്ലത്തിനിടയിൽ 15 കൊല്ലം താമസിച്ചിട്ടില്ല റസൂലുള്ളാഹി ഞങ്ങളവിടെ ഖദീജ ബീബിന്റെ വീട്ടിൽ. ഇത്രയും കൊല്ലത്തിനിടയിൽ മുഹമ്മദിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല ഇന്ന് വരെ. മുഹമ്മദും ഖദീജയുമായി സംസാരിക്കുന്ന ഒരു ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല. അത്ര അച്ചടക്കത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ്. ഒരു ദിവസം ഞങ്ങൾ ആ മുഹമ്മദിന്റെ ശബ്ദം കേട്ടു. മുഹമ്മദ് വളരെ കയർത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. എന്താണ് പ്രശ്നം? ഒരു ദിവസം ഖദീജ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു, ഓ മുഹമ്മദ്, ഇന്ന സ്ഥലത്ത് മൗലൂദുണ്ട്, ഇന്ന വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഇന്ന വീട്ടിൽ മൗലൂദുണ്ട്, ലാത്ത ഉസ്സ മനാത്ത മുതലായ തങ്ങന്മാരുടെ പോരിശ പറയുന്നൊരു സദസ്സുണ്ട്, മുഹമ്മദ് അതിൽ പങ്കെടുക്കണം. ഭർത്താവ് എന്ന നിലക്ക് പറഞ്ഞതാണ്. അത് നബിയും റസൂലൊന്നും അല്ല അഷ്റഫുൽ ഖൽഖ്. ഭർത്താവ് എന്ന നിലക്ക് പറഞ്ഞതാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് താങ്ങിയില്ല. ഖദീജ, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ അവിടെ പങ്കെടുക്കുകയില്ല, നീ എന്നോട് ആവശ്യമില്ലാത്ത സംസാരിക്കാൻ. ഈ ശബ്ദം അയൽവക്കക്കാരൻ കേട്ടു എന്ന്. നുബുവത്തിന് മുമ്പ് തന്നെ റാത്തീബും കുത്തുബത്തും എല്ലാം ഉണ്ട്, അഷ്റഫുൽ ഖൽഖ് തൊട്ടു നോക്കിയിട്ടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അടുത്ത് ഖുറൈശികൾ വന്നു, വലീദ് വന്നു, ഉത്ബത്തും ശൈബത്തും എല്ലാം കൂടി യോഗം കൂടിയിട്ട് തീരുമാനിച്ചിട്ട് വന്നതാ, ഓ മുഹമ്മദ്, ഒന്നൊരു കോംപ്രമൈസ് ആവാം, നമുക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട, കുടുംബങ്ങൾക്കിടയിൽ ബഹളം വേണ്ട, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, 1 കൊല്ലം ദർഗകളെ സംബന്ധിച്ച് നീ ഒന്നും മിണ്ടാൻ പാടില്ല. ഈ 300 ചില്ലാനം വരുന്ന ദർഗകൾ, ലാത്ത ഉസ്സ മനാത്ത ഉബുലുലഅല വദ് സുവാ യഊഖ് യഊസ് നസർ, ഈ മഹാന്മാർക്കെല്ലാം കബറ് കെട്ടിയിരിക്കുകയാണ് അവിടെ, യാറം കെട്ടിയിരിക്കുകയാണ് അവിടെ. ഈ ദർഗകളൊക്കെ നീ എതിർക്കാൻ പാടില്ല. അടുത്ത കൊല്ലം നീ പറയും പോലെ ഞങ്ങൾ ദർഗയിലേക്ക് പോകില്ല, നീ പറയും പോലെ അള്ളാഹിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം, അള്ളാഹിനെ മാത്രം ഞങ്ങൾ വിളിച്ചോളാം. 1 കൊല്ലം നീ ദർഗയായിട്ട് ബന്ധപ്പെടുക, മറ്റേ കൊല്ലം നീ പറയും പോലെ അള്ളാഹ് മാത്രം എന്ന നയം ഞങ്ങളും സ്വീകരിച്ചോളാം. അങ്ങനെ നമുക്കൊരു കോംപ്രമൈസിൽ പോകാം, എന്നാലും പ്രശ്നം തീരുമല്ലോ. എന്താ റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ച നയം? അങ്ങ് ഒപ്പിച്ചാൽ പറ്റുമോ? നമുക്ക് ബിരിയാണിയും വെച്ച് നോമ്പറിയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാ ചപ്പ് ചവറിനെയും കൂട്ടിക്കൊണ്ടിട്ട് അങ്ങ് പള്ളിയിൽ ആളെ കൂട്ടിക്കഴിഞ്ഞാൽ സലഫിയത്ത് പൂർത്തിയാവുമോ? എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല. കനസവൽക്കിന് സ്വന്തമായിട്ടൊന്നും മിണ്ടാൻ പറ്റൂല. ആകാശത്തിന് വിവരം വരണം. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും പറയാൻ അഷ്റഫുൽ ഖൽഖിന് അവകാശമില്ല, വഹ്യു കൊണ്ടല്ലാതെ. ഇതാ വരുന്നു ജിബ്രീൽ വഹ്യുമായിട്ട്. എന്താ മുഹമ്മദ് മുസ്തഫ മൗനം? സന്ധി സംഭാഷണത്തിന് വന്ന ആൾക്കാർ കാത്തിരിക്കുകയല്ലേ മറുപടിക്ക് വേണ്ടി. മറുപടി കൊടുക്കുകയും എന്താ കൊടുക്കേണ്ടതെന്നറിയോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അനാ ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഹൈ, എന്താ മറുപടി? നമ്മളീ പറയും പോലെ ആണെങ്കിൽ അന്ന് അങ്ങനെ ആയിക്കോട്ടെ, ഒത്തിച്ച് നമുക്ക് ബിരിയാണി തിന്നിട്ട് പിരിയാമെന്നല്ല. ഖുൽ, പറയൂ പ്രവാചകരെ അവരോട് മറുപടി, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കൊടിയ കാഫിരിങ്ങളെ. ആരെയാണ് അഷ്റഫുൽ ഖൽഖ് കാഫിർ എന്ന് വിളിച്ചത്? ആരെ പറ്റിയാണ് അല്ലാഹു തആല കാഫിർ എന്ന് പറഞ്ഞത്? ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് തുല്യമായ കാഫിരിങ്ങൾ എന്നാണ് ഉണ്ടായിരുന്നോ? നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നോ അന്ന് മക്കയിൽ? ജൂതന്മാരുണ്ടായിരുന്നോ മക്കയിൽ? മജൂസികൾ ഉണ്ടായിരുന്നോ മക്കയിൽ? ലോകത്തന്ന് നിലവിലുള്ള ഏതെങ്കിലും മതക്കാരുണ്ടായിരുന്നോ അന്ന് മക്കയിൽ? ഏതെങ്കിലും ജാതി മത വിഭാഗങ്ങൾ അന്ന് മക്കയിലുണ്ടായിരുന്നോ? ഇബ്രാഹിം ഈ ശരീഅത്തും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളല്ലേ അന്ന് മക്കയിലുണ്ടായിരുന്നത്? അവരൊക്കെ കൃത്യമായി കഅബയിൽ നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അവരൊക്കെ കൃത്യമായിട്ട് ഹജ്ജും ഉംറയും ചെയ്യുന്നവരായിരുന്നില്ലേ? അവരൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവരായിരുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നല്ലേ ഖുറൈശികളെ പറ്റി ഈ വിഷയം? എന്നിട്ടും ആരെയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് കാഫിർ എന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞത്? എന്താ മനസ്സിലാക്കാത്തത്? യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കൊടിയ കാഫിരിങ്ങളെ. അങ്ങനെ വിളിച്ച് സംസാരിക്കാൻ
ഒരു OBC മുസ്ലിയാരെ അർത്ഥം വെച്ചെങ്ങനെയാണെന്നറിയോ? യാ യുഹൽ കാഫിറൂൻ, നമ്മുടെ അന്യമത സുഹൃത്തുക്കളായ സഹോദരങ്ങളെ എന്നതിൻ്റെ അർത്ഥം. വിഡ്ഢികൾ, ഉലമാ വിഡ്ഢികൾ എന്നതിന് പറയാ. യാ യുഹൽ കാഫിറൂൻ, കടുത്ത ഭാഷയാണത്. ഓ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ പോകുന്ന ജാറത്തിലേക്ക് ദർഗയിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമില്ല. ലാ അഅ്ബുദു, ഒരു കാരണവശാലും ദർഗകളിൽ തങ്ങന്മാരെ ഇടക്ക് നിർത്തുന്ന പ്രശ്നമില്ല. മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ഈ പറയുന്ന അല്ലാഹു മാത്രം എന്ന ഇബാദത്തിന് നിങ്ങളും തയ്യാറല്ലല്ലോ. വലാ അന, ഇല്ല ഇല്ല ഞാനില്ല. അറബി ഭാഷ അറിയുന്നവർക്കറിയാം അതിൻ്റെ അർത്ഥം. വലാ അന, ഇല്ല ഇല്ല ഞാനില്ല. ആബിദുൻ മാ അബദ്തും, നിങ്ങൾ ഈ പോകുന്ന ദർഗയിൽ പോയി ഇലാഹ ഹദ്റത്ത് പറയുന്ന പ്രശ്നമേ ഇല്ല, ഞാൻ അതിനൊരു കാരണവശാലും കൂട്ടു നിൽക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ഞാൻ പറയും പോലെ അല്ലാഹ് മാത്രം എന്ന് പറയാൻ നിങ്ങളും തയ്യാറല്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീൻ, നിങ്ങളെ വഴിക്ക് പോയിക്കോ. വലിയ ദീൻ, എനിക്ക് എൻ്റെ ദീൻ, കോംപ്രമൈസിൻ്റെ പ്രശ്നമേ ഇല്ല. ഇതല്ലേ തീരുമാനം? എന്തിനാണ് റസൂലുള്ളാഹി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പറഞ്ഞ പോലെയാണെങ്കിലോ ഐക്യത്തിനങ്ങ് പോയാൽ പോരായിരുന്നോ? ഇല്ല കൂട്ടരെ, തൗഹീദിന്റെ ദൈവത്തിൽ അങ്ങനെ ഒരു ആദർശപരമായ ഐക്യമില്ല. തൗഹീദിന്റെ പ്രബോധന രംഗത്ത് ആദർശപരമായ അങ്ങനെ ഒരു ഐക്യമില്ല. ആദർശം വളരെ ശക്തമാണ്, തീവ്രമാണ്. അള്ളാഹു മാത്രം, അതെ അള്ളാഹു മാത്രം. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ ഒന്നിച്ചൊരു ശക്തിയില്ല, വ്യക്തിയില്ല, വസ്തുവില്ല. ദീനാറില്ല, ദിർഹമില്ല, ശൈഖില്ല, വലിയില്ല, നബിയില്ല, റസൂലില്ല, ജിന്നില്ല, മലക്കില്ല, എല്ലാം അള്ളാഹു മാത്രം. ലാ ഇലാഹ, അവിടെയാണ് ലാ വിപ്ലവത്തിൻ്റെ വാചകമായത്. ലാ നിരാകരണത്തിൻ്റെ വാക്കാണ്. ലാ, അതാണ് പ്രശ്നം. ഈ ലായും ഇല്ലയും പഠിപ്പിക്കാനായിരുന്നില്ലേ ബദറും ഉഹദും ഉണ്ടായത്? ആയിരുന്നില്ലേ? എന്തിനായിരുന്നു ബദർ ഉണ്ടായത്? ശത്രുക്കളെ നശിപ്പിക്കാൻ അല്ലാഹു തആലക്ക് ബദറിന്റെ ആവശ്യമുണ്ടോ? നൂഹ് നബിന്റെ ഖൗമിനെ യുദ്ധം ചെയ്തിട്ടാണോ അല്ലാഹു തആല നശിപ്പിച്ചത്? സ്വാലിഹ് നബിന്റെ ഖൗമായ സമൂദിനെ യുദ്ധം ചെയ്തിട്ടാണോ നശിപ്പിച്ചത്? ഹൂദ് നബിന്റെ ഖൗമായ ഹൂദ് നബിന്റെ ഖൗമായ ആദിനെ യുദ്ധം ചെയ്തിട്ടാണോ നശിപ്പിച്ചത്? ഫറോവാന്റെ സമൂഹത്തെ യുദ്ധം ചെയ്തിട്ടാണോ നശിപ്പിച്ചത്? ലോക ചരിത്രത്തിൽ അബാബിൽ പക്ഷികളെ, അബ്രഹത്തിന്റെ ആനപ്പട്ടാളത്തെ യുദ്ധം ചെയ്തിട്ടാണോ നശിപ്പിച്ചത്? എതിർപക്ഷത്തെ നശിപ്പിക്കാൻ അല്ലാഹു തആലക്ക് യുദ്ധം ആവശ്യമുണ്ടോ? ഏകപക്ഷീയമായിട്ട് ഖുറൈശികളെ നശിപ്പിക്കാൻ അല്ലാഹു കഴിവുള്ളവനല്ലേ? ഇതിനു മുമ്പ് കഴിഞ്ഞു പോയി. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد. ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർവികമായ ചരിത്രം പറഞ്ഞു കൊടുക്കുകയല്ലേ അല്ലാഹു തആല? മുഹമ്മദ് മുസ്തഫക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ, സഹാബാക്കൾ വന്നിട്ട് വളരെ ഗൗരവത്തിൽ സംസാരിച്ചപ്പോൾ അല്ലാഹു തആല പൂർവികമായ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അലം തറ, ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? കൈഫ ഫഅല റബ്ബുക്, അലം തറ കൈഫ ഫഅല റബ്ബുക്, നിങ്ങളെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? കൈഫ ഫഅല റബ്ബുക്, നിങ്ങളെ റബ്ബ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണ്? ബിആദ്, ഹൂദ് നബിയുടെ ജനതയായ ആദിനെ, വസമൂദ അല്ലദീന ജാബു الصخر بالواد, ഭയങ്കരമായ പാറകളുള്ള മലകൾ തുരന്ന് അതിൻ്റെ അടിഭാഗത്ത് ഗുഹകൾ ഉണ്ടാക്കി, ആ ഗുഹക്കകത്ത് കോട്ടകൾ നിർമ്മിച്ച്, ആ കോട്ടക്കകത്ത് പോലീസിനെയും പട്ടാളത്തെയും വിന്യസിപ്പിച്ച് ബഹുമാനപ്പെട്ട ഹൂദ് നബിക്കെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയ ആദ് സമൂഹത്തെ നശിപ്പിച്ചത് നിങ്ങൾ എന്താണ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കാത്തത്? നൈൽ നദിയുടെയും ചെങ്കടലിന്റെയും തീരത്ത് പിരമിഡുകൾ വന്ന് സ്തൂപങ്ങൾ പണിത് അതിന്റെ ചോട്ടിൽ പട്ടാളത്തെ വിന്യസിപ്പിച്ച് മൂസ നബിയെയും അനുയായികളെയും നശിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടി വന്ന ഫറോവായെ നിങ്ങളെ റബ്ബ് കൈകാര്യം ചെയ്തത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് മുഹമ്മദ് നബിയെ? അല്ലേ അല്ലാഹു തആല പറഞ്ഞു തരികയല്ലേ നമുക്ക്? വളരെ കൃത്യമല്ലേ കാര്യം? ആദിനെയും ഇറമിനെയും ഫറോവായെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകപക്ഷീയമായി
ആയുധമോ പട്ടാളത്തെയോ ഉപയോഗിക്കാതെ തന്നെ അള്ളാഹു കൈകാര്യം ചെയ്തില്ലേ? അതേപോലെ ഖുറൈശികളെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ? പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? പിന്നെന്തിനാണ് ഉഹദ് ഉണ്ടായത്? അതെ, ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാവും ഇല്ലല്ലയിലെ ഇല്ലയും മുഹമ്മദ് നബിയും അനുയായികളും എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു തആലക്ക് പരീക്ഷിക്കണം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് ബദർ ഉഹദ് ഉണ്ടായത്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് പരീക്ഷിക്കാൻ? അയ്യുക്കും അഹ്സനു അമല. വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇഹ്സാൻ ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹുക്ക് അറിയണം. എന്താണ് ഇഹ്സാൻ? എന്താണ് ഇഹ്സാൻ? ഒന്ന് പറയുമ്പോൾ അത് ഓരോന്നും വിശദീകരിക്കേണ്ടി വരുന്നു. കാരണം നമുക്ക് അത്ര പരിമിതമായ അറിവ് ഈ വിഷയത്തിലൊക്കെ ഉള്ളൂ. നമ്മളൊക്കെ സെൽഫികളായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ പരിമിതമായ അറിവേ നമുക്ക് ഈ വിഷയത്തിലൊക്കെ ഉള്ളൂ. ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ വേറെ ഒന്നിനെയും ഞാൻ പരിഗണിക്കുകയില്ല എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നതിന് അതിനാണ് ഇഹ്സാൻ. അതാണ് ഫൈനൽ. അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. അള്ളാഹുവിൻ്റെ ദീൻ 3 കാറ്റഗറികളിലാണ്. ഒന്ന് അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3-മത്തത് അൽ ഇഹ്സാൻ. ഇസ്ലാം പ്രൈമറി സ്റ്റേജുകാർക്കുള്ളതാണ്. പ്രൈമറി സ്റ്റേജുകാർക്കുള്ളതാണ് ഇസ്ലാം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ ദീനിൽ പ്രൈമറി സ്റ്റേജുകാരനാണ്. 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്നവനാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. കനേശമാരി മുസ്ലിം 340 കോടിയുണ്ട് ദുനിയാവിൽ. അത് ഈ കാലഘട്ടത്തെ എത്ര കോടിയാണ്? 340 കോടിയുണ്ട് പാരമ്പര്യ മുസൽമാൻ ലോകത്ത്. ഇങ്ങ് മംഗലാപുരം തൊട്ട് അങ്ങേ അറ്റത്ത് ഫലസ്തീൻ വരെ 340 കോടി മുസ്ലിമീങ്ങളുണ്ട് ലോകത്ത്. അതെ, പ്രൈമറി സ്റ്റേജുകാരാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. LP സ്കൂൾ പഠിക്കുന്നവനെ കൊണ്ട് ഒന്നും പറ്റൂല ദുനിയാവിൽ ചെയ്യാൻ. 2-മത്തെ സ്റ്റേജ് ഈമാൻ. അതാണ് സെക്കൻഡറി സ്റ്റേജ്. എന്താണ് ഈമാൻ? അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. അതാണ് ഈമാൻ. തസ്ദീഖു ബിൽ ഖൽബ്, അല്ലാഹു മാത്രമാണെന്ന് ഹൃദയത്തിൽ പൂർണ്ണമായി സത്യപ്പെടുത്തുക. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, അതെ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് ധൈര്യമായിട്ട് നാവുകൊണ്ട് പ്രസ്താവിക്കുക. വൽ അമലു ബിൽ അർക്കാൻ, ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും അള്ളാഹുവിനെ മാത്രം പരിഗണിച്ചുകൊണ്ടാകുക. ഇതാണ് ഈമാൻ. ഇത് സെക്കൻഡറി സ്റ്റേജാണ്. LP സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി സ്റ്റേജാണ് ഇത്. ഒരു മുഅ്മിൻ സെക്കൻഡറി സ്റ്റേജുകാരനാണ്. അവനും ഫൈനലെത്തിയിട്ടില്ല. അൽ ഇഹ്സാൻ, അത് ഫൈനലാണ്. ഫൈനൽ സ്റ്റേജാണ് അൽ ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക ഇതാരാണ് അങ്ങനെ കിടക്കുന്നു? ഒന്ന് വിളിച്ചേ. നേരെ ഇരുന്ന് അവിടെ ചാർന്നിരുന്നിട്ട് ഉറങ്ങാം. അങ്ങനെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. അത് സദസ്സെന്ന്. അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എൻ്റെ അള്ളാഹിൻ്റെ ഇടയിൽ വേറെ ഒന്നിനും ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല. ലൈസ ബൈനി വബൈന റബ്ബി ഷൈ. അതാണ് ഫൈനൽ സ്റ്റേജിലെത്തുക. 1,00,000 മുസ്ലിമീങ്ങൾ, അതിൽ 1000 മാത്രമേ മോമിനീങ്ങൾ ഉണ്ടാവുകയുള്ളൂ. 1000 മോമിനീങ്ങൾ, അതിൽ 100 പേരെ മുഹ്സിനീങ്ങൾ ഉണ്ടാവും. അള്ളാഹു ആവശ്യപ്പെടുന്നത് ആ 100 പേരെയാണ്. അള്ളാഹു ആവശ്യപ്പെടുന്നത് ആ 100 പേരെയാണ്. അള്ളാഹ്ക്ക് ഓരോന്നും അറിയണ്ട. കുറേ മുസ്ലിങ്ങളുണ്ട്, കുറേ മുഅ്മിനീങ്ങൾ ഉണ്ടാവുമെന്ന് അള്ളാഹ്ക്ക് അറിയണ്ട. മുഹ്സിനീങ്ങൾ എത്ര പേരുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയണം. അതാണ് ദീൻ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തുടക്കത്തിൽ ഇറാഖിൽ വെച്ച് ബഹുമാനപ്പെട്ട നൂഹ് നബി ഇസ്ലാം എന്താണെന്ന് പഠിച്ചു. പ്രബോധന രംഗത്തെത്തിയപ്പോൾ ഈമാൻ എന്താണെന്ന് പഠിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഹ്സാനിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഇസ്നഇൽ ഫുൽക ബിവഹീന വഅയുനിന ബിഅയുനിന വവഹീന. ഞാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കപ്പൽ ഉണ്ടാക്കണം നൂഹേ എന്ന്. എന്തിനാണ് ബഹുമാനപ്പെട്ട നൂഹ് നബിനെ കൊണ്ട് അല്ലാഹു കപ്പൽ ഉണ്ടാക്കിച്ചത്? ഏകപക്ഷീയമായിട്ട് അല്ലാഹു തആലക്ക് നശിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ കാഫിരീങ്ങളെ? നൂഹ് നബിനെ കൊണ്ട് ഇങ്ങനെ പടപ്പാട് പഠിപ്പിക്കണോ? 340 കൊല്ലം എടുത്തില്ലേ കപ്പൽ പൂർത്തിയാക്കാൻ? കപ്പലിന്റെ പണി പൂർത്തിയാക്കാൻ 340 വർഷമെടുത്തു. നമ്മൾ സാധാരണ ചിന്തിക്കും 950 കൊല്ലം എന്തേത് നൂഹ് നബി ചെയ്തുകൊണ്ടിരുന്നത്? റാത്തീബും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 950 കൊല്ലം ജീവിച്ചെന്ന് ഖുർആനല്ലേ? എന്തോ ജോലി? 300 ചില്ലറ കൊല്ലം എടുത്തു കപ്പലുണ്ടാക്കാൻ മാത്രം. എന്തിനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ഇങ്ങനെ അല്ലാഹു തആല നെല്ലും കല്ലും ഒടിപ്പിച്ചത്? നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ദഅവത്ത് നിർത്തി വെക്കാൻ, നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകാം. നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയണമെന്ന്. നശിപ്പിക്കാമല്ലേ ദുആ ചെയ്തത്? ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഇറാഖിൽ ഒരൊറ്റ കാഫിറിനെയും ഒരൊറ്റ ദർഗക്കാരനെയും ബാക്കി വെക്കല്ല അല്ലാഹു എന്നല്ലേ നൂഹ് നബി ദുആ ചെയ്തത്?
ഫസ്തജാബ ലഹു, നബിയുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തു. പക്ഷെ ദുആത്തേക്ക് ഉത്തരം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹു ചെയ്തെന്താണെന്നറിയോ? നൂഹ് നബി എത്രത്തോളം ക്യാരറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയണം. 24 ക്യാരറ്റിൽ എത്തിയിട്ടുണ്ടോ എന്ന്. അഥവാ ഇസ്ലാമും ഈമാനും വിട്ടിട്ട് ഇഹ്സാന്റെ ദർജയിൽ നൂഹ് നബി എത്തിയിട്ടുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. അതിനുവേണ്ടി പണിയെടുപ്പിക്കുകയായിരുന്നു നൂഹ് നബിയെ കൊണ്ട്. ശരി, പണിയൊന്നും ഇല്ലാണ്ടെങ്കിൽ വേഗം പോകാതായിരിക്കും വിചാരം. ഈ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് സൽഫി പ്രസ്ഥാനത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കേസിലിട്ടിട്ടൊക്കെ രക്ഷപ്പെടാമെന്നായിരിക്കും വിചാരം. അണപ്പ ഈ തീർത്തിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ റങ്ക് തെളിയിക്കണം. തെളിയിച്ചേ പറ്റൂ. റങ്ക് ലാത്തി ഹിന പത്തർ സേ പിസ് ജാനെ കെ ബാദ്. മൈലാഞ്ചിയുടെ ഇലകൾ പറിച്ച് വെള്ളത്തിൽ മുക്കി കയ്യിൽ വെച്ചാൽ കളർ ഉണ്ടാവില്ല. മൈലാഞ്ചിയുടെ ഇലകൾ 2 കല്ലുകൾക്കിടയിൽ അരച്ച് മെതിച്ച് വെണ്ണ പോലെ ആക്കണം. എന്നിട്ട് തൊട്ട് വെച്ചാൽ കളർ കിട്ടും. വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അംബിയാ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ ഇമാമിങ്ങളാക്കി അല്ലാഹു തആല. വജഅൽനാ മിൻഹും അഇമ്മത്തൻ, പ്രവാചകന്മാരിൽ നിന്ന് ഒരു കൂട്ടക്കാരെ ഇമാമിങ്ങളാക്കിയപ്പോൾ ലമ്മാ സബറു, കടുകടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോൾ ആ പരീക്ഷണത്തിൽ 100 മാർക്കോടെ ജയിച്ചപ്പോഴാണ് അവർ വലിയാളായത്. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, നാം കാണിച്ചു കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കൃത്യമായിട്ട് ഹൃദയത്തിൽ ഒപ്പിയെടുത്തവർ. അതിനുശേഷം അല്ലാഹു തആല അവരെ ഇമാമാക്കിയത്. എന്നല്ലാതെ കിരീടം വെച്ചിട്ട് രാജാവാക്കുകയല്ല നബിമാരെയും മുസ്ലിങ്ങളെയും. അതുകൊണ്ട് തൗഹീദ്, ദഅവത്ത്, തൗഹീദ് നിലനിർത്തിപ്പോകണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒരു കാരണവശാലും അള്ളാഹു അംഗീകരിക്കുകയില്ല. അത് തെളിയിച്ചേ പറ്റൂ അള്ളാഹുവിൻ്റെ മുമ്പിൽ. അഹസിബന്നാസ്, മാലോകർ വിചാരിച്ചു പോയോ? അയ്യുത്തറക്കു അയ്യഖൂലു ആമന്നാ, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ് മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞു. എന്താ കാരണത്താൽ മാത്രം ഞങ്ങളൊക്കെ ദിക്റിയില്ലവരാണ്, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അള്ളാഹു ചോദിക്കുന്നു. അഹസിബന്നാസ്, മാലോകർക്ക് തോന്നിപ്പോയോ? അയ്യഖൂലു അയ്യസിബന്നാസ് അയ്യുത്തറക്കു, നിങ്ങളൊക്കെ വെറുതെ വിട്ടേക്കുമെന്ന് തോന്നിപ്പോയോ? അയ്യഖൂലു ആമന്നാ, ഞങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് നടക്കുന്നവരാണെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങളെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അഹസിബന്നാസ് അയ്യഖൂലു അയ്യുത്തറക്കു അയ്യഖൂലു ആമന്നാ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫലനഅലമല്ലാഹു അല്ലദീന സദഖു വലയഅലമൽ കാദിബീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ തൗഹീദ് കൃത്യമായിട്ട് പറഞ്ഞവരാരാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കോംപ്രമൈസിൽ പറഞ്ഞത് ആരാണ് എന്ന് അല്ലാഹു തആല അറിയുക തന്നെ ചെയ്യും, പരീക്ഷിച്ചറിയുക തന്നെ ചെയ്യും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ദഅവത്ത് നിർത്തിവെക്കാൻ. ഞാൻ നടപടിയെടുക്കാൻ പോകുകയാണ്, ദർഗക്കാരെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ പോകുകയാണ്. എന്താണ് ചെയ്യേണ്ടത് ഇനി? യൂഫ്രട്ടീസിന്റെ തീരത്ത് പറ്റൂല, ടൈഗ്രീസിന്റെ തീരത്ത് പറ്റൂല. മലയുടെ മുകളിൽ ഒരു കപ്പലുണ്ടാക്കണം. മലയുടെ മുകളിലല്ലേ കപ്പലുണ്ടാക്കാൻ മെനക്കെട്ടത്? ബഹുമാനപ്പെട്ട നൂഹ് നബി തേക്കുമരം ഉപയോഗിച്ച് തേക്കിന്റെ മരം ഉപയോഗിച്ചിട്ടാണ് കപ്പലുണ്ടാക്കാൻ തുടങ്ങിയത്. ഒറ്റക്ക് വേറെ ആരുമില്ല കൂട്ടത്തില്. എല്ലാവരും ഉള്ളത് താഴ്വാരത്തിലാണ്. ആകെ 72 പേരാണ് ഉള്ളത്. അവരെല്ലാം താഴെയാണുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നൂഹ് നബിനെ കാണുന്നില്ല. നൂഹ് നബിന്റെ തൗഹീദ് പ്രസംഗം കേൾക്കുന്നില്ല. നൂഹ് നബിന്റെ പ്രബോധന പ്രസംഗം കേൾക്കുന്നില്ല. മൗലാനമാരും ഷെയ്ഖുനമാരും ആലോചിച്ചു ദർഗയിലിരുന്നിട്ട്. എവിടെ പോയി? സുന്നി സെന്ററിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടി യോഗം കൂടി. നൂഹിനെ കാണാനില്ലല്ലോ. അള്ളാഹു മാത്രം എന്ന് പറഞ്ഞ ഔലിയാക്കളെല്ലാം തള്ളിപ്പറഞ്ഞിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച നൂഹിനെ കാണാനില്ല. എവിടെ പോയി നൂഹ്? അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നൂഹ് നബി എന്തോ ജോലിയിലാണ്. ഇവരെല്ലാം കൂടി അങ്ങോട്ട് പോയി. മൗലാനമാരും ഷെയ്ഖുനമാരും പ്രസിഡന്റും സെക്രട്ടറിയും തങ്ങളും ബീവി എല്ലാം അങ്ങോട്ട് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമി. വയസ്നഉൽ ഫുൽക, നൂഹ് നബി കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ അലൈഹി മലഉം മിൻ ഖൗമി, ആ ഖൗമിന്റെ മൗലാനമാര്, മല എന്ന് പറഞ്ഞാൽ മൗലാനമാര് ഷെയ്ഖുനമാര് ആ വഴിയൂടെ നടന്നുപോയി. നൂഹ് നബി കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സഖിറു മിൻ, ഈ കാഴ്ച കണ്ടപ്പോൾ മൗലാനമാര് നൂഹ് നബിയെ പരിഹസിക്കാൻ തുടങ്ങി. നൂഹ്, ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആ ജാറത്തിൽ അൽഫാത്തിയെ വിളിക്കാൻ വേണ്ടി നിന്നാൽ പോലെ, ഞങ്ങൾ തരൂല പൈസ. അല്ല ഇല്ല, അല്ല മാത്രമേ ഉള്ളൂ, ജാറങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തെണ്ടാൻ തുടങ്ങിയില്ലേ? കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാണ്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയില്ലേ? പരിഹസിക്കാൻ തുടങ്ങി. അല്ല പറഞ്ഞതാ സഖിറു മിൻഹു, നൂഹ് നബിനെ മൗലാനമാര് പരിഹസിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട നൂഹ് നബി കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. ഒറ്റ വാക്കിൽ മറുപടി, ഖാൽ ഇൻ തസ്ഖറു മിന്നാ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. കൂടുതലൊന്നും പരിഹസിക്കണ്ട, പരിഹസിക്കുന്ന നിങ്ങൾ പരിഹസിക്കപ്പെടാൻ പോവുകയാണ്, സൂക്ഷിച്ചോ. നൂഹ് നബി ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു നിർത്തി. ബാക്കി ജോലി പൂർത്തിയാക്കി. കപ്പലിന്റെ പണി പൂർത്തിയായതിനു ശേഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് രണ്ടാമത്തെ കൽപ്പന എന്താ കാര്യം? നൂഹ് നബിനെ ഒന്ന് പരിശോധിക്കണം. അള്ളാഹ്ക്ക് 950 കൊല്ലം തൗഹീദ് പ്രസംഗിച്ചിട്ട് തൗഹീദ് എത്രത്തോളം ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയണം. നൂഹ് നബിന്റെ അത് പരീക്ഷിക്കണമല്ലോ. എനിക്ക് നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നൂഹ് നബിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് രണ്ടാമത്തെ കൽപ്പന അള്ളാഹുവിന്റെ, ഓ നൂഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച തൗഹീദിൽ മെമ്പറായ തൗഹീദിന്റെ വക്താക്കളായ 72 പേരില്ലേ, ആ 72 പേരോട് കപ്പലിലേക്ക് താമസം മാറ്റാൻ വേണ്ടി പറ. സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി എത്ര മാസം വെച്ച് എത്ര വർഷം വെച്ചിട്ടായിരിക്കും താമസം മാറ്റിയിട്ടുണ്ടാകുക. യൂഫ്രട്ടീസിന്റെ തീരത്തുനിന്ന് എത്ര ഫീറ്റ് ദൂരത്താണ് ജൂതി പർവ്വതനിരകളുള്ള മരുഭൂമിയുള്ളത്? അവിടെയല്ലേ കപ്പലുണ്ടാക്കി വെച്ചിരിക്കുന്നത്? കടലിന്റെ കരക്കാണോ കപ്പലുണ്ടാക്കി വെച്ചിരിക്കുന്നത്? വർഷങ്ങളെടുത്തു ഈ സമൂഹത്തെ മുഴുവനും കപ്പലിൽ കയറ്റാൻ. അതും പൂർത്തിയായി, രണ്ടാമത്തെ ജോലിയും പൂർത്തിയായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും പണിയെടുപ്പിക്കുകയാണ് നൂഹിനെ കൊണ്ട്. ഓ നൂഹ്, പോരാ, കാടുകളിൽ ചെന്നിട്ട് നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന് ഓരോ 2 ഇണകളെ കപ്പലിൽ കയറ്റണം. മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ, 2 പശു, 2 കാള, 2 ആണാന, 2 പെണ്ണാന, 2 ആൺകുതിര, 2 പെൺകുതിര. ആ രീതിയിൽ മൃഗങ്ങളിൽ നിന്നും ഓരോ ഐറ്റത്തിൽ നിന്നും 2 പേരെ കപ്പലിൽ കയറ്റണം. എത്ര കാലം എടുത്തിട്ടുണ്ടാവും? ഒരു കോയിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, എന്നിട്ടല്ലേ ബാക്കി. ഇങ്ങനെ പറ്റുമോ? രാവിലെ കോയിനെ തുറന്ന് നോക്കി കൂട്ടുന്നു, അപ്പോഴാണ് വിരുന്നുകാർ വന്ന് ഒരു കോയിനെ അറക്കണം. ആ കൂട്ടത്തിന് ഒരു കോയിനെ പിടിക്കാൻ പറ്റുമോ? മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാമെന്നല്ലാതെ വൈകുന്നേരം ആകുന്നവരെ കാത്തിരിക്കണ്ടേ ഒരു കോയിനെ പിടിക്കണമെങ്കിൽ? എങ്കിൽ നൂഹ് നബി എത്ര മെനക്കെട്ടിട്ടുണ്ടാവും ഈ മൃഗങ്ങളെയൊക്കെ പിടിച്ചിട്ട് കപ്പലിൽ കയറ്റാൻ. എന്താ മനസ്സിലാക്കാത്തത്? കഥ പറയാനല്ല ഖുർആൻ, ലേഖനം എഴുതാനും അല്ല ഖുർആൻ. മുവഹിദുകൾക്ക് അവരുടെ തൗഹീദ് പുഷ്ടിപ്പെടുത്താനുള്ളതാണ് ഖുർആൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളെടുത്തു ആ ജോലി പൂർത്തിയാക്കാൻ. 5 ജോലിയും കൃത്യമായി പൂർത്തിയാക്കി. പരാതിയില്ല, ആവലാതിയില്ല, വേവലാതിയില്ല. ഏ അല്ലാഹ്, ഞാൻ തയ്യാറാ. സമീന വഅതൈന ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ, അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. എന്തിനെന്ന് ചോദിച്ചില്ല നൂഹ് നബി, എങ്ങനെയെന്ന് ചോദിച്ചില്ല നൂഹ് നബി. എന്താണോ അല്ലാഹ് പറഞ്ഞത് അതേപോലെ നിന്നു കൊടുത്തു. അതാണ് തൗഹീദ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത്തെ ജോലിയും പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഓ നൂഹ്, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നാ കദാലിക നജ്സിൽ മുസ്ലിമീൻ എന്നോ മുഅ്മിനീൻ എന്നോ? മുഹ്സിനീൻ. ഇഹ്സാന്റെ ദർജയിലെത്തുന്നത് വരെ പരീക്ഷ തുടരും. ഇഹ്സാൻ പൂർത്തിയായാൽ, അതിൽ 100 മാർക്ക് വാങ്ങിയാൽ 100 മാർക്കോടെ അള്ളാഹുവിലേക്ക് എത്താം. ബദരീങ്ങളെ പോലെ. മാർക്കിൽ പൊട്ടിയാൽ ഉഹദീങ്ങളെ പോലെ കഷ്ടപ്പെടുകയും ചെയ്യാം. ഇതാണ് മുവഹിദീങ്ങൾക്ക് ദുനിയാവിൽ കിട്ടാനുള്ളത്. തൗഹീദിന്റെ വക്താക്കൾക്ക് ദുനിയാവിൽ കിട്ടാനുള്ളത് അതാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഓ നൂഹ്, നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ആ വിഷയം ഞാൻ പൂർത്തിയാക്കാൻ പോകുകയാണ്. 3 ദിവസം അവധി തരാം. 3 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കും. 3-ാമത്തെ ദിവസം ആകാശം ഇരുട്ടി, ഭൂമി ഇരുട്ടി. ഇരുട്ടുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നൂഹ് നബി കപ്പലിന്റെ മുകളിലുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നൊരു പിടുത്തവുമില്ല. 3-ാമത്തെ ദിവസം കൃത്യമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ആകാശത്തിൽ നിന്ന് വെള്ളം താഴോട്ട്, ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലോട്ട്. ആകാശത്തോട് അല്ലാഹു തആല പറഞ്ഞു, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനും താഴത്തോട്ടിറക്കാൻ. ഭൂമിയോട് അല്ലാഹു തആല പറഞ്ഞു, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളം എത്രയും പെട്ടെന്ന് പുറത്തേക്ക് തള്ളാൻ. രണ്ടും ഒരേ സമയത്ത് നടന്നപ്പോൾ യൂഫ്രട്ടീസ് നിറഞ്ഞു, ടൈഗ്രീസ് നിറഞ്ഞു, ഇറാഖ് മുങ്ങി, പർവ്വതം മുങ്ങി, എല്ലാം മുങ്ങി. വെള്ളം എവിടെ എത്തി? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ നിൽക്കുന്ന സ്ഥലത്തെത്തി. നൂഹ് നബി നോക്കി കാണുകയാണ്. ബൈനോക്കുലറൊന്നുമില്ല. കപ്പലിന്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കി കാണുകയാണ്. ജാറങ്ങളെല്ലാം, ദർഗകളെല്ലാം തകിടുപൊടിയായി ഒഴുകുകയാണ്. മൗലാനമാരും ശൈഖുനമാരും ചത്ത് മയ്യത്തായി ശവങ്ങൾ ഒഴുകുകയാണ് നദിയിലൂടെ. കോട്ടകളും കൊട്ടാരങ്ങളും തകർന്ന് തരിപ്പണമാകുകയാണ്. എല്ലാം തിരമാലകൾക്ക് മുമ്പിൽ ഒഴുകി നടക്കുന്ന കാഴ്ച നൂഹ് നബി കാണുകയാണ്. അവസാനം തിരമാലകൾ എവിടെ എത്തിയെന്നറിയുമോ? നൂഹ് നബിന്റെ കപ്പലിന്റെ അടുത്തെത്തി. വഹിയത്ത് ജിരി ഫി മൗജിൻ കൽ ജിബാൽ, പർവ്വതത്തോളം ഉയരമുള്ള തിരമാല വന്നു. നൂഹ് നബിന്റെ കപ്പൽ വെള്ളത്തിലേക്ക് നീങ്ങി. ആ വെള്ളത്തെ അല്ലാഹു തആല ചലിപ്പിച്ച് ആ കപ്പൽ വെള്ളത്തിലേക്ക് ഒഴുക്കി അല്ലാഹു തആല. വഹിയത്ത് ജിരി ബിഹിം, 72 മുസ്ലിം മുഅ്മിനീങ്ങളും
ഒപ്പം മൃഗങ്ങളും മറ്റുമുള്ള സാധന സാമഗ്രികളുമായി കപ്പൽ ഒഴുകാൻ തുടങ്ങി. ഫീ മൗജിൻ, വലിയ തിരമാലയിൽ, കൽ ജിബാൽ, പർവ്വതത്തോളം മലയോളം ഉയരമുള്ള തിരമാലയിൽ ഒഴുകാൻ തുടങ്ങി. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്, സംഘം ലക്ഷക്കണക്കിന് വരുന്ന ദർഗന്റെ ആൾക്കാർ ചത്ത് മലർന്ന് മയ്യത്തായി ശവങ്ങളായി ഒഴുകുകയാണ് വെള്ളത്തിലൂടെ. കോട്ട കൊത്തളങ്ങളും ദർഗകളും ദർഗയുടെ മിനാരങ്ങളും കുബ്ബകളും ഒഴുകുകയാണ് വെള്ളത്തിലൂടെ. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൻ ഒരു വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന കാഴ്ച കാണുന്നു. നൂഹ് നബി സ്വന്തം മകൻ കനാൻ. ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് പുത്രവാത്സല്യം വരുന്നു. അതിനു മുമ്പേ അല്ലാഹു തആല നൂഹ് നബിയോട് പറഞ്ഞിട്ടുണ്ട്, ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഓ നൂഹ്, എന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അതെന്റെ ബാപ്പയാണ്, അതെന്റെ ഉമ്മയാണ്, അതെന്റെ പെങ്ങളാണ്, അതെന്റെ ഭാര്യയാണ്, എന്റെ മക്കളാണ്, അതെന്റെ കുടുംബമാണ്, എന്റെ നാട്ടുകാരാണെന്നുള്ള വിശേഷവുമായിട്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ല. ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു. ഈ കുരുത്തം കെട്ട ദീർഘക്കാരുടെ കാര്യത്തിൽ ഒരു സംഭാഷണവുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. ഇന്നഹും മുഗ്റഖൂൻ, അവരെ മുഴുവനും ഞാൻ മുക്കിക്കൊല്ലാൻ പോകുകയാണ്. നൂഹ് നബി മുന്നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അല്ലാഹു തആല സ്വന്തം മകൻ മുങ്ങിച്ചാകുന്ന കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല, വിഷമിച്ചു. ബഹുമാനപ്പെട്ട നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രവാത്സല്യം, മകനോടുള്ള വാത്സല്യം, മോനെ വിളിച്ചു, യാ ബുനയ്യ ഇർകം മഅനാ ഫലാ തകും മഅൽ കാഫിരീൻ. എൻ്റെ പൊന്നു മോനെ, ഇർകം മഅനാ, ഞങ്ങളൊന്നിച്ച് ഈ കപ്പലിൽ കയറിക്കോ, ഈ തൗഹീദിന്റെ കപ്പലിൽ. ഫലാ തകും മഅൽ കാഫിരീൻ, ആ കാഫിരീങ്ങളായ ദർഗക്കാരൊന്നിച്ച് നീ ചാകണ്ട മോനെ. ഖുർആനല്ലേ കൂട്ടരെ, നമ്മളെ വകയാണോ ഇത്? സെൽഫികൾ ചോദിക്കുന്നു, കുറച്ച് കട്ടി കൂടിപ്പോകുന്നു. ഖുർആന്റെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വകയാണെങ്കിൽ കട്ടി കൂട്ടുന്ന പ്രശ്നമില്ല, എനിക്കെന്താ കാര്യം? അള്ളാഹു പറഞ്ഞത് അതേപോലെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാതെ എൻ്റെ ഡ്യൂട്ടി. അവിടെ കട്ടി കൂട്ടുക കട്ടി കുറയാന്നുള്ള വിഷയമില്ല, സംഭവമാണ് വിശദീകരിക്കുന്നത്. അതൊന്നും പറയാൻ പാടില്ല. അത്ര സംഭവങ്ങളൊന്നും പറയണ്ട. യത്തീംഖാന, മിസ്കീൻഖാന, മുസാഫർഖാന, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാണ്. ചാരിറ്റിയെ, തൗഹീദും ചാരിറ്റിയും തമ്മിൽ എന്ത് ബന്ധം? ചാരിറ്റി ഇൻസാനിയത്തുമായിട്ടാണ് ബന്ധം. ചാരിറ്റിക്ക് മതവും ജാതിയും നോക്കേണ്ടതില്ല. പെട്ടെന്നൊരു രോഗം ഒരാൾക്ക്, പെട്ടെന്നൊരു ആംബുലൻസ്, RSSകാരൻ്റെ ആംബുലൻസാണ് കണ്ടത്, ധൈര്യമായിട്ട് വിളിക്കാം. അള്ളാഹ്ക്ക് ഒരു വിഷമവും കാര്യത്തിലില്ല. RSSന്റെ ഒരു ആംബുലൻസാണ്, അപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ ആംബുലൻസ് ഉണ്ടോ നോക്കേണ്ട യാതൊരു ആവശ്യം നമുക്കില്ല. ചാരിറ്റിക്ക് മതം നോക്കുന്ന വിഷയമില്ല, ചാരിറ്റിക്ക് ജാതി നോക്കുന്ന വിഷയമില്ല. തൗഹീദിന്റെ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. ഇത് ദീനാണ് കൂട്ടരെ. ദീൻ ആരുടെയും തറവാട്ട് വകയല്ല, ഇത് കുടുംബ വകയോ അല്ല. അള്ളാഹുവിന്റെ ദീൻ, ദീനുല്ലാഹ്. ബഹുമാനപ്പെട്ട നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മോന്റെ മറുപടി, മുങ്ങിച്ചത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മറുപടി, ബാപ്പ സആവി അലാ ജബലി യഅസിമുനി മിനൽ മാ. നിങ്ങളെ തൗഹീദിന്റെ കപ്പലിലേക്ക് ഞാനില്ല, ഞാൻ അടുത്ത മലയിൽ കയറി രക്ഷപ്പെടും. വെള്ളം അവിടെ കയറിയാൽ അവിടെയും കയറി രക്ഷപ്പെടും ഞാൻ, എന്നാലും നിങ്ങളെ കപ്പലിലേക്ക് ഞാനില്ല. ഇവിടെ ശീഈയത്തിന്റെ നെടുന്തൂണുകൾ പറയല്ലേ, ഞങ്ങളെ ശൈഖുന നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലേക്ക് പോകാൻ തയ്യാറാണ്. കുഞ്ഞാടുകളെ കേട്ടിട്ടില്ലേ? ശീഈ പാരമ്പര്യത്തിന്റെ കുഞ്ഞാടുകൾ. ഇറാനിൽ നിന്ന് കാരന്തൂര് വരെ നീണ്ടുകിടക്കുന്ന കെട്ടുകെടുത്ത ഇറാനിയൻ ജൂതായിസത്തിന്റെ ഭാഗം. അതേപോലെ തന്നെ യമനിയൻ ശീഈയത്തിൽ നിന്ന് ചേളാരി വരെ നീണ്ടുകിടക്കുന്ന യമനിയൻ ശീഈയത്തിന്റെ ഭാഗം. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമീൻ മുതൽ കേരളത്തിലെ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള ഇറാനിയൻ ശീഈയത്തിന്റെ അപ്പോസ്തലന്മാരായ രഹസ്യ വിപ്ലവക്കാരായ രാഷ്ട്രീയക്കാരൊരു ഭാഗം. മറുഭാഗത്ത് ഇറാനിയൻ ജൂതായിസത്തിന്റെ ചാവേറുകളായ ലെബനാനിലെ ഹിസ്ബുള്ള മുതൽ ഇങ്ങേയറ്റത്തെ ഹമാസ് വരെയുള്ള ഇറാനിയൻ ശീഈയത്തിന്റെ ചാവേറുകൾ. എല്ലാം കൂടി 98% വരുന്ന ശീഈയത്ത് കൊല്ലാൻ മെനക്കെടുന്നത് സലഫിയത്തിനെ. അത് തിരിച്ചറിയാൻ മാത്രം നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധികേട്. നമ്മുടെ ബുദ്ധികേട്, നമ്മുടെ ജഹാലത്ത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ഉറുദുക്കാരൻ പറഞ്ഞ പോലെ ഏക് ജമാൻ ആയേഗ, വരുന്നുണ്ടൊരു കാലം. 21ാം നൂറ്റാണ്ടതിനെല്ലാം സാക്ഷിയായിരിക്കും. 2025 പുതിയ നൂറ്റാണ്ടിന്റെ ബാല്യപ്രായം തീർന്നു, ഇനി യുവത്വത്തിലേക്ക് കടക്കുകയാണ്. പലതും സംഭവിക്കാനുണ്ട്. അടുത്ത 25 കൊല്ലക്കാലം പലതും സംഭവിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ആയുസ് അല്ലാഹു തന്നെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.
ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇപ്പോൾ പറഞ്ഞ സലഫികൾക്ക് പോലും മനസ്സിലാകാത്ത കാലമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്നും. ആർക്കും റമദാനായിട്ട് ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മോൻ പറഞ്ഞ മറുപടി അതായിരുന്നു. അപ്പോൾ ബാപ്പാന്റെ മറുപടി ലാ ആസിമൽ യൗമ ഇല്ലാ മൻ റഹീം. എൻ്റെ പൊന്നു മോനെ, ഇന്നത്തെ ദിവസം ഒരു മലയിലും രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല. ഈ വെള്ളം ലോകം മുഴുവനും മുക്കും, ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ബാപ്പയും മോനും തമ്മിൽ സംസാരം തുടരുകയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തൗഹീദിന്റെ വിഷയത്തിൽ എന്ത് ബാപ്പ, എന്ത് മോൻ, എന്ത് ഉപ്പ, എന്ത് ഉമ്മ, എന്ത് ആങ്ങള, എന്ത് പെങ്ങള്, എന്ത് ഭാര്യ, എന്ത് മക്കള്, വഹീദുകൾ. ആദർശ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. എത്ര വലിയ കുടുംബമായാലും ശരി, ആദർശബന്ധമില്ലാത്ത കുടുംബ ബന്ധത്തിന് അർത്ഥമില്ല എന്ന് ഖുർആൻ. ആദർശബന്ധമില്ലാത്ത കുടുംബ ബന്ധം പരിഗണിക്കേണ്ടതില്ല എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഓ നൂഹ്, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ മക്കളാണ്, ഉമ്മയാണ്, ഉപ്പയാണ് നമ്മൾ എതിർത്ത് വരാൻ പാടില്ല എന്ന്. എൻ്റെ മോനാണ് അല്ലാഹുവേ എന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. ഓ നൂഹ്, അത് നിന്റെ മോനല്ല. ആരോടാ പറയുന്നത്? സ്വന്തം ഉപ്പാനോടാ പറയുന്നത്, നിന്റെ മോനല്ല എന്ന് വെച്ചാൽ അർത്ഥം ശുക്ലബന്ധം മാത്രം പോരാ, ആദർശബന്ധവും കൂടി വേണം മോനാകണമെങ്കിൽ. മലയാളം മനസ്സിലാകുന്നുണ്ടാ? ശുക്ലബന്ധം മനസ്സിലായില്ലേ? ഉപ്പിയും മോനും നമ്മളുടെ ശാരീരിക ബന്ധം. ആ ബന്ധം പോരാ, ആദർശബന്ധവും കൂടി വേണം. ഈ രംഗത്ത് ഉപ്പാനിയും മോനിയും അല്ലാഹു തആല പരിഗണിക്കണമെങ്കിൽ ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ഓൻ തോന്നിവാസിയായ മോനാണ്. ചത്തോട്ടം നൂഹെ വിട്ടേക്കിന് ബഹുമാനപ്പെട്ട നൂഹ് നബി ഫഹാല ബൈനഹുമൽ മൗജ്. സംസാരം തുടർന്ന് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നൂഹ് നബിന്റെയും മോന്റെയും ഇടയിൽ ഒരു വലിയ തിരമാല വന്നു മറയായിട്ട് നിന്നു. ഫഖാന മിനൽ മുഗ്റഖീൻ. ആ ചുഴിയിൽ നൂഹ് നബിന്റെ മകൻ മുങ്ങിച്ചാകുകയും ചെയ്തു. ക്ലോസ്. ഒരധ്യായം അവസാനിച്ചു ഇല്ലേ? നൂഹ് നബിക്ക് ഒരു കോംപ്രമൈസ് നിൽക്കാമായിരുന്നില്ലേ? അല്ലാഹു തആല അത്തരത്തിലൊരു കോംപ്രമൈസിന് പ്രോത്സാഹിപ്പിക്കാമായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖിലേക്ക് വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതിന് ശേഷം സ്വന്തം പരിശീലനമാണ്. നുബുവത്ത് പരിശീലനത്തിനുള്ളതാണ്, ദഅവത്തിനുള്ളതല്ല. 40-ാമത്തെ വയസ്സിൽ നബിയായിട്ടുള്ള റസൂലായിട്ടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അള്ളാഹുവിനെ പഠിക്കുകയാണ്, അത് ഇസ്ലാമിനെ പഠിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല ട്രെയിനിങ് കൊടുക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾക്ക്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വ ബിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. ഓ മുഹമ്മദ് നബി, രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ദീർഘ സമയം നിസ്കരിക്കും. ഔ സിദ് അലൈഹി നിസ്ഫഹു, ചില സമയത്തൊക്കെ രാത്രി പകുതിയും നിസ്കരിക്കും. ഔ സിദ് അലൈഹി, ചില സമയത്ത് പകുതിയിൽ കൂടുതൽ നിസ്കരിക്കും. വറത്തിലിൽ ഖുർആന തർതീല, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിടത്തോളം ഈണത്തിൽ പാരായണം ചെയ്തുകൊണ്ട് രാത്രി സമയത്ത് നിസ്കരിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഉദ്ഭാരിച്ച ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നുണ്ട്. അതേ, റിസാലത്ത് വരാൻ പോകുന്നുണ്ട് എന്നർത്ഥം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. 1-2 കൊല്ലം മാത്രം തർബിയത്തുമായിട്ട് മുന്നോട്ട് പോയി. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്ത് വന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പിട്ട് മൂടി വിശ്രമിച്ചിരിക്കുന്ന പ്രവാചകരെ, പുതപ്പിട്ട് മൂടി കിടക്കുന്ന പ്രവാചകരെ, ഖും, എനിക്കിടക്കാൻ നേരമില്ല, ജോലി തുടങ്ങാനായി. ഫഅൻവിർ, പുറത്തിറങ്ങണം, അള്ളാഹുവിന്റെ വഹദാനിയത്ത് പ്രഖ്യാപിക്കണം. ഈ കണ്ടു കാണുന്ന ദർഗകൾക്കൊന്നും അർത്ഥമില്ല എന്ന് സമൂഹത്തോട് പറയണം. അവകളൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളല്ല, അത് ബാത്തിലാണ്, സീറോ ആണ് എന്ന് പറയണം. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം ജനങ്ങളോട് എന്ന്. അപ്പോഴല്ലേ റസൂലുള്ളാഹി തങ്ങൾ ദഅവത്ത് തുടങ്ങിയത്? അപ്പോഴല്ലേ അടി തുടങ്ങിയത്? അപ്പോഴല്ലേ പ്രശ്നം തുടങ്ങിയത്? ഇതുവരെയും പൊന്നു മോനായിരുന്നില്ലേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല, മീൻ വിശ്വസ്തനായിരുന്നില്ലേ? സത്യസന്ധനായിരുന്നില്ലേ? രാജകീയമായിരുന്നില്ലേ? രാജാവിന്റെ സ്ഥാനത്തായിരുന്നില്ലേ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുഹമ്മദ് നബിയല്ലേ പരിഹരിച്ചുകൊണ്ടിരുന്നത്, മധ്യസ്ഥം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ മുഹമ്മദ് മുസ്തഫ ഏറ്റവും വലിയ പിരാന്തനും കള്ളനും കൊടിയനും ഷായിറും കാഹിനുമായി മാറി. അഷ്റഫുൽ ഖൽഖ് എന്തിനാണ് പ്രശ്നത്തിന് തയ്യാറായത്? അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സലഫികൾ പോലും തൗഹീദ് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി മെനക്കെടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ പ്രശ്നമാണ്. എന്നും ഖിയാമത്ത് നാൾ വരെ അത് പ്രശ്നമാണ്. ഇല്ലല്ലാഹിലെ ഇല്ല അതിന് പരിഹാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ പ്രശ്നമാണ്, ഇല്ല പരിഹാരമാണ്.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ ദർജ പൂർത്തിയാക്കി 100 മാർക്കോടെ മക്ക ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈമാൻ പഠിപ്പിക്കാൻ തയ്യാറായി അല്ലാഹു തആല. ഈമാൻ പഠിപ്പിക്കാൻ തയ്യാറായപ്പോഴല്ലേ തായിഫിലേക്ക് പറഞ്ഞയച്ചത്. എന്താണ് തായിഫിൽ സംഭവിച്ചത്? ഞാൻ നീണ്ടു പോകും, എനിക്കറിയാം. എന്താണ് തായിഫിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മുഹമ്മദുർ റസൂലുള്ള എത്രത്തോളം പുരോഗതി പ്രാപിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആലക്ക് പരീക്ഷിക്കാൻ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതുവരെയുള്ള പുരോഗതിയുടെ റിസൾട്ട് അല്ലാഹു തആലക്ക് അറിയണം. ആ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് തായിഫിലേക്ക് അയച്ചത്. 100 മാർക്കോടെ അഷ്റഫുൽ ഖൽഖ് ജയിച്ചു തായിഫിൽ. ആ സംഭവങ്ങൾ പറഞ്ഞാൽ സമയമെടുക്കും. 100 മാർക്കോടെ അഷ്റഫുൽ ഖൽഖ് തായിഫിൽ ജയിച്ചു. തിരിച്ചു വന്നു മക്കയിലേക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലേക്ക് പുറപ്പെട്ടോളാൻ വേണ്ടി പറഞ്ഞു. മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പിറകിൽ ശത്രുക്കള് റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാനായി 100 ഒട്ടകം സമ്മാനം തരാമെന്ന് സുന്നി സെന്ററിൽ വെച്ച് യോഗം കൂടിയിട്ട് ഖുറൈശികൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനമനുസരിച്ച് അഷ്റഫുൽ ഖൽഖിനെ കൊല്ലാൻ കുതിരകളുമായിട്ട് 4 ഭാഗത്തും ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാ. അഷ്റഫുൽ ഖൽഖിനോടും അബൂബക്കർ സിദ്ദീഖിനോടും അല്ലാഹുവിന്റെ നിർദ്ദേശം, കുറച്ച് ദിവസം ഒളിച്ചിരുന്നോളി. അങ്ങനല്ലേ സൗർ മലയുടെ ഗുഹയിൽ കയറി ഒളിച്ചത് 3 ദിവസം. എന്തായിരുന്നു അല്ലാഹ്ക്ക് അറിയേണ്ടത്? മുഹമ്മദ് മുസ്തഫ പതറുന്നുണ്ടോ, അബൂബക്കർ സിദ്ദീഖ് പതറുന്നുണ്ടോ അല്ലാഹ്ക്ക് അറിയണം. അതോ ധൈര്യമായിട്ട് നിൽക്കുന്നുണ്ടോ, നമ്മളെ മാതിരി പതറുന്നുണ്ടോ അതോ ധൈര്യമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് അല്ലാഹ്ക്ക് അറിയണം. സുബ്ഹാനല്ലാഹ്. 100 മാർക്കോടെ അഷ്റഫുൽ ഖൽഖ് ഗാർ സൗറിൽ ജയിച്ചില്ലേ? ചരിത്രം അറിയാലോ. ചരിത്രം അറിയാത്തവരല്ലല്ലോ നിങ്ങൾ, കേൾക്കുകയല്ലേ വയലും കാലാകാലമായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് വയലും ഉറുദിയും കേട്ടോണ്ടിരിക്കുകയല്ലേ. സൗർ മലയുടെ ഗുഹയിൽ ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവരിവിടെ എത്തി. നമ്മളെ അന്വേഷിച്ച് നടക്കുന്നവർ ഇവിടെ എത്തി. ആ കാല് കാണുന്നു. അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട്, എന്താണ് രംഗം എന്ന് ആലോചിച്ച് നോക്കി. അബൂബക്കർ, ലാ തഹ്സൻ, ടെൻഷൻ അടിക്കരുത്, ഇന്നല്ലാഹ മഅന, അല്ലാഹു ഉണ്ട് നമ്മളൊന്നിച്ച്. എങ്ങനെയുണ്ട് ഈമാൻ? ലൈസ ബൈനി വബൈന റബ്ബി ഷൈ, എൻ്റെ റബ്ബിൻ്റെ ഇടയിൽ ഒന്നും ഞാൻ പിന്നെ ഒന്നും ഒരു പ്രശ്നമായിട്ട് കാണുന്ന പ്രശ്നമില്ല. അതാണ് മുവഹിദ്. നോ പ്രശ്നം, നോ ടെൻഷൻ, അതാണ് മുവഹിദ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇത് ചരിത്രം പറഞ്ഞ് കാശുണ്ടാക്കാനുള്ളതല്ല, ഇത് കഥാപ്രസംഗം നടത്തി പൈസ വെച്ചിട്ട് പള്ളിക്ക് മുന്നേരം കെട്ടാനുള്ളതല്ല ഈ സംഭവം. മുവഹിദുകളായ എനക്കും നിങ്ങൾക്കും നമ്മളെ തൗഹീദ് എത്രത്തോളം ഉണ്ടെന്ന് അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരിക കഥ, ചരിത്രം. അതിനാണ് സംഭവങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഫർദ്, നോമ്പിന്റെ ഫർദും പറഞ്ഞു തീർത്താൽ പോരായിരുന്നോ? പരിശുദ്ധ ഖുർആനിൽ അഖ്ബാറുകൾ 90% അഖ്ബാറുകളാണ്. അഖ്ബാറുകൾ ഞാൻ മുമ്പ് കഴിഞ്ഞു പോയ കഥകൾ, സംഭവങ്ങൾ 10% ഉള്ളൂ. മസായിലുകൾ 10% ഉള്ളൂ ഖുർആനിൽ. നിസ്കാരം, നോമ്പ്, സക്കാത്ത് മുതലായ അമലുകളെ പറ്റി 10% ഉള്ളൂ. ബാക്കി 90% അഖ്ബാറുകളാണ് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. ധൈര്യമായിട്ട് നിന്നോളാൻ. അഷ്റഫുൽ ഖൽഖ് ഈമാനിൽ 100 മാർക്കോടെ ജയിച്ചു, മദീനയിലെത്തി. ഇനി ഇഹ്സാൻ, അതിനു വേണ്ടിയിട്ടാണ് ബദർ ഉഹദ് ഉണ്ടാക്കിയത് അല്ലാഹു തആല. എന്തിനായിരുന്നു എന്താണ് ബദർ? ബദർ യുദ്ധമായിരുന്നോ ബദർ? യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധവും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനല്ലേ യുദ്ധം എന്ന് പറയുന്നത്. ജിഹാദ് 3 തരമാണ്. 1 ആയുധവും തമ്മിലുള്ള യുദ്ധം, 2 ആയുധവും ആദർശവും തമ്മിലുള്ള യുദ്ധം, 3 ആദർശവും തമ്മിലുള്ള യുദ്ധം. മനസ്സിലാകുന്നുണ്ടോ? ബാക്കത്ത് മനസ്സിലാകുന്നില്ലെങ്കിലും വിഷയം മനസ്സിലാകുന്നുണ്ടല്ലോ. ആയുധവും തമ്മിലുള്ള യുദ്ധം, ഇന്ന് നാം കാണുന്ന യുദ്ധം പോലെ. ഇന്ന് ലോകാന്തരീക്ഷത്തിൽ അങ്ങ് അമേരിക്ക മുതൽ ഇങ്ങ് റഷ്യ വരെ, ഇങ്ങേയറ്റത്ത് യമൻ മുതൽ ഫലസ്തീൻ വരെ, അങ്ങേയറ്റത്ത് യൂറോപ്പ് മുതൽ ആഫ്രിക്ക വരെ ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ മുഴുവനും ആയുധവും തമ്മിലുള്ള യുദ്ധം. രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കാനുള്ള യുദ്ധം. അതിന് ജിഹാദ് എന്ന് കള്ളപ്പേരിട്ടിട്ട് ഇസ്ലാമിന്റെ അഡ്രസ്സ് ദുരുപയോഗപ്പെടുത്തുകയാണ് ഇവരെല്ലാം. ഇവിടെ എല്ലാം ആദർശവും ആയുധവും തമ്മിലാണോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത്? ഇറാനിയൻ ജൂതനും ഇസ്രായേലി ജൂതനും തമ്മിൽ യുദ്ധം എങ്ങനെയാണ് ആദർശമാകുക? ഇറാനിയൻ ജൂതനും ഇസ്രായേലി ജൂതനും തമ്മിലുള്ള യുദ്ധം എങ്ങനെ ആദർശത്തിന്റെ യുദ്ധമാകുക? എന്തിനാണ് ദീനുൽ ഇസ്ലാമിനെ വലിച്ചഴിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിലേക്ക്? ഇസ്ലാമായിട്ട് എന്ത് ബന്ധമാണ് ഈ 2 ജൂതന്മാർ തമ്മിലുള്ള യുദ്ധത്തിന്?
ഇസ്ലാമിന്റെ അഡ്രസ്സിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങ് ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിം, അസൽ ബന്നയുടെ ഇഖ്വാൻ മുസ്ലിം മുതൽ ഇവിടെ മൗദൂദി സാഹിബിന്റെ ജമാഅത്ത് ഇസ്ലാമിക്കാർ വരെ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ സമൂഹത്തിന്റെ മനസ്സകത്തേക്ക് രാഷ്ട്രീയ വിപ്ലവം, ഇസ്ലാമിക് പൊളിറ്റിക്കലിന്റെ വിപ്ലവം കയറ്റിയാക്കാൻ വേണ്ടി രാഷ്ട്രീയ അടവുകളുമായിട്ട് ഇറങ്ങിയവർ, നാശകാരികൾ, ഇസ്ലാമിന്റെ കൊലയാളികൾ. ഇതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം. ഒരു മുവഹിദാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ആയുധവും തമ്മിലുള്ള യുദ്ധം. രണ്ടാമത്തത് ആയുധവും ആദർശവും തമ്മിലുള്ള യുദ്ധം. അതാണ് ബദർ. ഒരു ഭാഗത്ത് ആയുധം, മറുഭാഗത്ത് ആദർശം. അബൂജഹലിന്റെയും അനുയായികളുടെയും കയ്യിലുള്ളത് ആയുധമാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കയ്യിലുള്ളത് ആദർശമാണ്. ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ജയിക്കൽ അള്ളാന്റെ സുന്നത്ത്, അള്ളാന്റെ നടപടി എന്താ? ആയുധം കൂടുതൽ ആരുടെ കയ്യിലാണോ അവർ ജയിക്കും. ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആയുധം ആരെ കയ്യിലാണോ കൂടുതൽ അവർ ജയിക്കും. അതാണ് അള്ളാന്റെ സുന്നത്ത്. ആദർശവും ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആയുധം എത്ര മലയോളം ഉണ്ടായാലും ശരി, ആദർശമേ ജയിക്കുള്ളൂ. അതാണ് ബദർ. ആദർശവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇജ്തിഹാദി ഏറ്റുമുട്ടലുകളാണ്. അലി അല്ലാഹു തആലയും മുആവിയ റളിയല്ലാഹു തആലയും തമ്മിൽ ഏറ്റുമുട്ടി. ആദർശവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അത് പുണ്യകർമ്മമാണ്. നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കുക. കാരണം ആദർശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മുജ്തഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ ആവാം, അത് സ്വാഭാവികമാണ്. അള്ളാഹു നിശ്ചയിച്ച സുന്നത്താണ്. അതുകൊണ്ട് മുആവിയനെയും കുറ്റം പറയണ്ട, അലീനെയും കുറ്റം പറയണ്ട. രണ്ട് മുജ്തഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. ഇജ്തിഹാദിന്റെ ദീൻ നടന്നെടുക്കൽ ഇജ്തിഹാദ് ചെയ്യുന്നത് പുണ്യകരമാണ്. തോറ്റാൽ ഒരു പുണ്യമുണ്ട് അവർക്ക്, ഇജ്തിഹാദ് ചെയ്ത പുണ്യം. ജയിച്ചാൽ രണ്ട് പുണ്യം, ഇജ്തിഹാദ് ചെയ്ത പുണ്യവും അതിൽ ജയിച്ച പുണ്യവും. രണ്ട് രീതിയിലും രണ്ടു കൂട്ടരും ശിക്ഷിക്കപ്പെടുന്ന പ്രശ്നമില്ല എന്നല്ലേ ഉസൂല്. രണ്ടു കൂട്ടരും ശിക്ഷിക്കപ്പെടുകയില്ല. അഥവാ ഇജ്തിഹാദ് ആരതാണോ തോറ്റത് അവർ ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അള്ളാഹുവിന്റെ ദർബാറിൽ ശിക്ഷിക്കപ്പെടുകയില്ലെങ്കിൽ നമ്മളെന്തിനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സകത്തേക്ക് രാഷ്ട്രീയത്തിന്റെ ചളിമണ്ണ് കയറ്റാൻ വേണ്ടി ഇസ്ലാമിക് പൊളിറ്റിക് ഉണ്ടാക്കി ഇഖ്വാൻ മുസ്ലിമും ജമാഅത്തെ ഇസ്ലാമിയും. എന്നിട്ട് എന്താ ചെയ്തത്? മുആവിയ റളിയല്ലാഹു തആലാനുവിനെ മുആവിയ റളിയല്ലാഹുവിനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിർത്തിയ, അലിയിനെ ഇപ്പുറത്തും നിർത്തിയ, ഹസനെയും ഹുസൈനെയും. എന്തിനായിരുന്നു? അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തിന്റെ പേരും പതിറ്റി പാവപ്പെട്ട സാധാരണക്കാരന്റെ തലച്ചോറ് രാഷ്ട്രീയമായിട്ട് പുണ്ണാക്കാനായിരുന്നില്ല ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് സലഫികൾക്ക് കുറ്റം. സലഫികൾ മൊണ്ണന്മാരാണ്, അവർ പൊട്ടന്മാരാണ്, അവർ രാജാക്കന്മാരെ പൈസ തിന്ന് ജീവിക്കുന്നവരാണെന്ന് കുറ്റവും. അടിസ്ഥാനം മനസ്സിലാക്കിയേ പറ്റൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, ഓ മുഹമ്മദ്, അബൂ സുഫിയാന്റെ കച്ചവട സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് സിറിയയിലേക്ക്. മക്കയിലുള്ള സകലരും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആണും പെണ്ണും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ദീനാറിന്റെയും ദിർഹമുമായിട്ടാണ് അവർ പോകുന്നത്. 2 കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങളുടെ സത്ത് മുഴുവൻ ഇവർ കൊള്ളയടിച്ചിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സുഹൈബുർ റൂമിയെ പോലെ, അബ്ദുറഹ്മാൻ ഔഫിനെ പോലെയുള്ള സമ്പന്നന്മാരുടെ സമ്പത്ത് ഇവർ കൊള്ളയടിച്ച് വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഇവർ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കത്തെ മുശ്രിക്കുകൾ. ഇനി അവരെ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ മുഹമ്മദ് നബി. നമുക്കവരോട് പകരം ചോദിക്കണം. എന്നുവെച്ചാൽ അവരുടെ സാമ്പത്തിക തകർച്ച, അവരാ സമ്പത്ത് ഉപയോഗിച്ച് ഇനി അങ്ങോട്ടും മദീനയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊരു ഉപരോധം ആവശ്യമാണ്. അതുകൊണ്ട് അബൂ സുഫിയാന്റെ കച്ചവട സംഘം പോകുന്നുണ്ട്, തടയണം. തടഞ്ഞിട്ട് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം. ഞങ്ങളെ സ്വത്ത് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ന്യായമായ അവകാശമാണ്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വഴിയിൽ പോയി തടഞ്ഞോളിൻ, അള്ളാന്റെ കൽപ്പന. അഷ്റഫുൽ ഖൽഖ് മദീന മുനവ്വറയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഏലാൻ ചെയ്തു, അനൗൺസ് ചെയ്തു, ഇങ്ങനൊരു വിഷയമുണ്ട്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം യമനിലേക്ക്, സിറിയയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഒതുക്കിത്തരാമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. സൗകര്യമുള്ളവരെല്ലാം എൻ്റെ ഒന്നിച്ച് വരണം. എന്താണ് സഹോദരങ്ങൾ പറഞ്ഞത്? സൗകര്യമുള്ളവരെല്ലാം എൻ്റെ ഒന്നിച്ച് വരണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, യുദ്ധത്തിനൊരുങ്ങിയിട്ടാണ് മദീനത്തൊന്ന് പോയതെങ്കിൽ ഈ സൗകര്യമുള്ളവരെല്ലാം എന്ന വാക്കിന് എന്താ അർത്ഥമാണുള്ളത്?
യുദ്ധത്തിനാണ് എങ്കിൽ എല്ലാവരും പോണ്ടതല്ലേ? ഭീതിജനകമല്ലേ യുദ്ധം? ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? വാഹനമില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? എന്നിട്ടും അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞത് ലാഘവത്തോടുകൂടി സൗകര്യപ്പെടുന്നവർ, യാത്രക്ക് സൗകര്യമുള്ളവർ എൻ്റെ ഒന്നിച്ചു വാ. ഒന്നിച്ച് 2 ഒട്ടകവും 7 ഒട്ടകവും 2 കുതിരയുമല്ലേ അവരെ കൂട്ടത്തിലുണ്ടായിരുന്നത്? 300 ചില്ലറ ആൾക്കാർ പുറപ്പെട്ടില്ലേ അഷ്റഫുൽ ഖൽക്കിനോടൊപ്പം? വഴിയിലെത്തിയപ്പോൾ മനസ്സിലായി അബൂ സുഫിയാന്റെ കച്ചവട സംഘം ബദ്റിൽ നിന്ന് വിട്ട് സിറിയന്റെ ഭാഗത്തേക്ക് പോയി എന്ന്. അതുകൊണ്ട് തന്നെ യാത്ര അവിടെ നിർത്തി. ഇനി തിരിച്ചു വരുന്ന സമയത്ത് ആലോചിക്കാം. അബൂ സുഫിയാന്റെ കച്ചവട സംഘം സിറിയയിൽ നിന്ന് മാസങ്ങൾക്ക് ശേഷം കോടിക്കണക്കിന് വരുന്ന സമ്പത്തുമായിട്ട് തിരിച്ചു വരുന്നുണ്ടെന്നുള്ള വിഷയം അഷ്റഫുൽ ഖൽക്കിനെ അള്ളാഹു അറിയിച്ചു. എത്രയും പെട്ടെന്ന് ഒരുങ്ങിക്കൊള്ളണം, ബദ്രിൽ പോകണം, എന്നിട്ട് അവിടെ തടയണം. റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പോലെ തന്നെ അവരെ ഏലാൻ ചെയ്തു, സൗകര്യപ്പെട്ടവർ ഒരുങ്ങിക്കോളിനെന്ന്. 70 ഒട്ടകവും 2 കുതിരയുമായിട്ട് അവർ പുറപ്പെട്ടു. വീണ്ടും ഒരുപാട് സഞ്ചരിച്ചു. ഏതാണ്ട് ബദ്റിന്റെയും മദീനയുടെയും ഇടയിലുള്ള ഒരു വരാന്തയിലെത്തി, ഒരു വനപ്രദേശത്തെത്തി, ഒരു മരുഭൂ പ്രദേശത്തെത്തി, മലഞ്ചെരുവിലെത്തി. അപ്പോഴേക്കും അബൂ സുഫിയാൻ മനസ്സിലാക്കി മദീനയിൽ നിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. എന്താ സംഭവം മനസ്സിലായിട്ടില്ല. ജാസൂസിനെ വിട്ട്, നിരീക്ഷകനെ വിട്ടിട്ട് തിരിഞ്ഞതാണ്. മദീനയിലെ ഒട്ടകത്തിന്റെ കാൽപാദങ്ങൾ മരുഭൂമിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മദീനത്ത് നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട്. പേടിയായി അബൂ സുഫിയാൻ വഴി മാറി ചെങ്കടലിന്റെ തീരത്തോടെ ജിദ്ദയിലേക്ക് വന്ന് ജിദ്ദയിൽ വെച്ച് അറിയിച്ചു, ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുണ്ട്. അറിയാൻ പറ്റിയത് മുഹമ്മദും അനുയായികളും ഞങ്ങളെ തടയാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് സഹായം വേണം. അബൂജഹല് ഉടൻ തന്നെ കഅബ ഷരീഫിന്റെ പരിസരത്ത് ആളെല്ലാം വിളിച്ചുകൂട്ടി 1000ഓളം പേരെ സംഘടിപ്പിച്ചു, ആയുധങ്ങളും സംഘടിപ്പിച്ചു. 700 ഒട്ടകങ്ങൾ, 200 കുതിരകൾ, ആവശ്യത്തിന് ഭക്ഷണം, പാട്ടുപാടാൻ പറ്റുന്ന മംഗമാരായ പെണ്ണുങ്ങൾ, പാട്ടുകച്ചേരി, മദ്യം എല്ലാം ഒരുക്കി അബൂജഹല് കഅബാലയത്തിന്റെ മുമ്പിൽ പോയി ഈ 1000ഓളം പേരെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആരോടാ ചെയ്തത്? ലാത്തയോടോ, ഉസ്സയോടോ, മുദിശക്കങ്ങളോടോ, ഡിഫാശക്കങ്ങളോടോ, നിങ്ങളെ ഉള്ളത്തെ അർത്ഥങ്ങളോടോ? അള്ളാഹുവിനോട്. അതെ, ഖുറൈശികൾ പ്രശ്നം വരുമ്പോൾ അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പ്യൂറിൽ പ്യൂർ അള്ളാഹിനെ മാത്രമേ വിളിക്കൂ, ഒരു തങ്ങളെയും വിളിക്കൂല ഖുറൈശികൾ. അത്ര പ്യൂറാണ് ആ വിഷയത്തിൽ അവർ അള്ളാഹു ആകുന്ന റബ്ബിനുള്ള വിശ്വാസം, റബ്ബിലുള്ള വിശ്വാസം. അബൂജഹൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. മോയിൻകുട്ടി വൈദ്യർ പാട്ടുണ്ടാക്കി, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ. ഞങ്ങൾ 2 കൂട്ടക്കാര് ബാത്തിലും ഹക്കും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അല്ലാഹുവേ, ഒരു സംഘം ഹക്കിലാണ്, സത്യത്തിലാണ്, മറ്റേ സംഘം മിഥ്യയിലാണ്, കളവിലാണ്. സത്യമേത് മിഥ്യയേത് നിനക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുക. അല്ലാഹുവേ, ഞാൻ തീരുമാനിക്കുന്നില്ല. ഹക്കിനെ നീ വിജയിപ്പിക്കണം, ബാത്തിലിനെ നീ തകർത്ത് തരിപ്പണമാക്കണം. ആമീൻ ആമീൻ. ഖുറൈശികൾ അല്ലേ? അപ്പുറത്തുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, ഏ അല്ലാഹ്, ചെറിയൊരു സംഘമാണ് ഞങ്ങൾ, ബാത്തിന്റെ ശക്തികൾ വളരെ വലിയതാണ്. ഈ ചെറിയ സംഘത്തെ നീ സഹായിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തോട് പറയാൻ ആരും ഉണ്ടാവില്ല. അല്ലാഹുവേ, ഇവിടുന്ന് അബൂജഹൽ ദുആ ചെയ്തത് അള്ളാഹിനോട്, അവിടുന്ന് മുഹമ്മദ് നബി ദുആ ചെയ്തതും അള്ളാഹുവിനോട്. പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? കൂട്ടരെ, വെറുതെ ബദരീകളെ ചോർന്ന് നിന്നിട്ട് ഇങ്ങനെ ഹേ എന്നിട്ട് നടന്നാൻ പറ്റൂലല്ലോ. എന്തിനാണ് ബദർ ഉണ്ടായത്? അബൂജഹൽ ദുആ ചെയ്ത അള്ളാഹിനോട്, അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്ത അള്ളാഹിനോട്. 2 കൂട്ടരും അള്ളാഹിനോടാണ് ദുആ ചെയ്യുന്നത്. ഇതിൽ ആർക്കും സംശയമില്ല. ഈ ഷീഈ മൊല്ലമാർക്കും അക്കാര്യത്തിൽ സംശയമില്ല. അബൂജഹൽ അള്ളാഹിനോടാണ് ദുആ ചെയ്യുന്ന കാര്യത്തിൽ. ഇവിടെ യുദ്ധം നടന്നത് അബൂജഹലിന്റെയും അഷ്റഫുൽ ഖൽക്കിന്റെയും വിശ്വാസം തമ്മിലല്ല, മറിച്ച് തൗഹീദുകൾ തമ്മിലാണ്. അബൂജഹൽ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നു, ഒപ്പം അള്ളാഹു അല്ലാത്തവരെയും അംഗീകരിക്കുന്നു. അഷ്റഫുൽ ഖൽക്ക് അള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്യുന്നു, ഒപ്പം അള്ളാഹുവിന് പകരം വേറെ ആരുമില്ല. ഈ മാത്രം എന്ന പ്രയോഗം തമ്മിലാണ് യുദ്ധം. മാത്രം എന്ന പ്രയോഗം. അബൂജഹൽ അള്ളാഹ് മാത്രമല്ല, ഒപ്പം വലിയകളും ഉണ്ട്. അഷ്റഫുൽ ഖൽക്ക്
അല്ല മാത്രമേ ഉള്ളൂ, ഒപ്പം വേറെ ആരുമില്ല. ഈ മാത്രം തമ്മിലാണ് ബദർ യുദ്ധം നടന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആയുധവും ആദർശവും തമ്മിലുള്ള യുദ്ധമാണ്. അബൂജഹലും പാർട്ടിയും പുറപ്പെട്ടപ്പോൾ അബൂ സുഫിയാന്റെ ദൂതൻ വിവരം കൊടുത്തു, ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ ചെങ്കടലിന്റെ തീരത്തുകൂടി ജിദ്ദയിലെത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇനി മക്കത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തും, അതുകൊണ്ട് പുറപ്പെടേണ്ട, വിഷയുണ്ടാക്കണ്ട എന്ന്. പക്ഷെ ധിക്കാരിയായ അബൂജഹൽ അതിന് തയ്യാറായില്ല. കാരണം അള്ളാന്റെ തീരുമാനം അങ്ങനെ ബദർ യുദ്ധം നടന്നിട്ട് അബൂജഹലും സുഫിയാൻ രക്ഷപ്പെടുന്നു, തോറ്റൊന്നല്ല, ആരും തോപ്പിക്കലും ജയിപ്പിക്കലും അല്ല, മറിച്ച് മുഹമ്മദ് മുസ്തഫ തങ്ങളെയും സഹാബാക്കളെയും ഇവർ ഇതുവരെ 15 കൊല്ലക്കാലം ഇവർ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന തൗഹീദ് ഇവരെ ഉള്ളിൽ എത്രത്തോളം കടന്നിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 313 അല്ലെങ്കിൽ 316 രണ്ടിന്റെ ഇടയിൽ അത്രയും ആൾക്കാരുമായിട്ട് ഏതാണ്ട് ബദറിന്റെ പരിസരത്തെത്തി, മദീനയുടെയും ബദറിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശത്തെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറഞ്ഞു വിട്ടു. തുടർന്നുള്ള സംഭവം കേട്ടോളി. സൂറത്തുൽ അൻഫാൽ, വഇദ് യഇദുകുമുല്ലാഹു ഇഹദ ത്വായിഫതൈനി അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തകൂനു ലക്കും വയുരീദുല്ലാഹു ലിയുഹിഖൽ ഹഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. അഷ്റഫുൽ ഖൽഖ് അറിയിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഓ മുഹമ്മദ് നബി, രണ്ടിലൊരു സംഘം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരാമെന്ന് നാം വഅദ ചെയ്യുന്നു. ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. പിന്നീടാണ് അല്ലാഹു തആല ഈ വിഷയം അറിയിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ. കുറെ കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല ഈ വിഷയം അറിയിക്കുന്ന. അന്ന് നടന്ന സംഭവം വഇദ് യഇദുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് വഅദ ചെയ്ത ആ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇഹ്ദ ത്വായിഫത്തൈൻ, രണ്ട് സംഘത്തിൽ ഒരു സംഘം നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തരാം. ഇതാണ് വഅദ. ഏതാണ് രണ്ട് സംഘം? ഒന്ന് അബൂ സുഫിയാന്റെ കച്ചവട സംഘം, രണ്ടാമത്തത് അബൂ ജഹലിന്റെ സൈനിക സംഘം. അബൂ ജഹലിന്റെ മിലിറ്ററി ഒന്ന്, അബൂ സുഫിയാന്റെ ബിസിനസ് രണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഞാൻ അധീനപ്പെടുത്തി തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അന്ന് വഅദ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഒരു ഗവേഷണം ആവശ്യമാണ്. രണ്ട് സംഘം, ഒന്ന് അബൂ ജഹലിന്റെ കച്ചവട സൈനിക സംഘമാണ്, രണ്ടാമത്തത് അബൂ സുഫിയാന്റെ കച്ചവട സംഘമാണ്. അന്നഹാ ലക്കും വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും, രണ്ടിലേതെങ്കിലും ഒരു സംഘം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തരുന്നതാണ്. പക്ഷേ വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തകൂനു ലക്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു ചെറിയ ന്യൂനപക്ഷം ആ രണ്ട് സംഘത്തിൽ അബൂ സുഫിയാന്റെ സംഘം തന്നെ ആവണമെന്ന് കൊതിച്ചിരുന്നു. അബൂ സുഫിയാന്റെ സംഘമാകുമ്പോൾ ഒന്ന് യുദ്ധം ചെയ്യണ്ട, രണ്ട് കുറെ സ്വത്തുക്കൾ കിട്ടും, പൈസ കിട്ടും എന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു ന്യൂനപക്ഷം, സഹാബാക്കളിൽ ബദറിൽ പങ്കെടുത്ത സഹാബാക്കളിൽ നിന്ന് ചിലരെ പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്. നിങ്ങളെ കൂട്ടത്തിൽ ചിലർ അല്ലാഹു തആല അന്നഹാ ലക്കും, നിങ്ങൾ ഒരു കൂട്ടക്കാര് ആഗ്രഹിച്ചത് അന്ന ഗൈറ ദാത്തി ശൗകത്തി, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് വിഷയം തീരല് അബൂ സുഫിയാന്റെ കച്ചവട സംഘമായിരിക്കുമല്ലോ, അതുകൊണ്ട് അത് നമുക്ക് സ്വന്തമാക്കല്ലേ നല്ലത്, അബൂ സുഫിയാനെ പിടിക്കല്ലേ നല്ലത് എന്ന് സഹബാക്കളെ കൂട്ടത്തിൽ ചിലർ അഭിപ്രായപ്പെട്ടു. അപ്പോഴേക്കും വിവരം കിട്ടി, അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടിരിക്കുകയാണ്, വരുന്നത് അബൂ ജഹലിന്റെ സൈനിക ശക്തികളാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്ത് തീരുമാനിക്കണം? അബൂ ജഹലിന്റെ സൈനിക ശക്തികളുമായിട്ട് ഏറ്റുമുട്ടെങ്കിൽ ആയുധം എവിടെ? പട്ടാളം എവിടെ? ആകെ 70 ഒട്ടകങ്ങളാണുള്ളത്, 2 കുതിരയാണുള്ളത്, ഭക്ഷണത്തിനാണൊന്നും കരുതിയിട്ടുമില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ 2 സമ്മർദ്ദങ്ങൾക്കിടയിലായി. അതിനിടയിൽ സഹാബാക്കൾ ചിലർ നമുക്ക് അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകാമെന്ന് പരാതിയും പറയാൻ വേണ്ടി തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അറിയിച്ചത്, അബൂ ജഹലിന്റെ കച്ചവട സംഘം വരികയാണ്, അതാണ് നിങ്ങൾക്ക് ഞാൻ അധീനപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്ന, ഒരുങ്ങിക്കൊള്ളണമെന്ന്. ഒരുങ്ങാൻ കയ്യിൽ എന്താ ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് വളരെ കൃത്യമായിട്ട്, അല്ലാഹു റസൂലിനെ പറ്റിക്കുകയായിരുന്നോ? വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നന്നായിട്ട് അറിയുന്നവനല്ലേ അല്ലാഹു തആല? അബൂ ജഹലിന്റെ സൈന്യം പുറപ്പെടുമെന്ന കാര്യം അല്ലാഹു നന്നായിട്ട് അറിയുന്നവനല്ലേ? അബൂ സുഫിയാന്റെ കച്ചവട സംഘം അപ്പുറത്തേക്ക് മാറിപ്പോയിന്ന് അല്ലാഹു നന്നായിട്ട് അറിയില്ലേ? എന്തേ അഷ്റഫുൽ ഖൽഖിനെ അറിയിച്ചില്ല?
എന്തേ റസൂലുള്ളാഹി തങ്ങൾ അറിയിച്ചില്ല? ഇതെല്ലാം അറിഞ്ഞിട്ടും അല്ലാഹു തആല ഒളിപ്പിച്ചു വെക്കുകയായിരുന്നോ നബി തങ്ങളെ കൊടുക്കാൻ? അല്ല, ഒന്നും കയ്യിലില്ലാതെ അള്ളാഹു മാത്രമുണ്ട് എന്ന് പറയാൻ മുഹമ്മദ് നബിയും അനുയായികളും തയ്യാറുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. അതിനാണ് ബദറുണ്ടായത്, അതിനാണ് കൂട്ടരെ ബദറുണ്ടായത്. ഒന്നുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 15 കൊല്ലമായിട്ട് പ്രസംഗിച്ച് നടക്കുകയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്ത് നടക്കുകയല്ലേ 15 കൊല്ലമായിട്ട് അഷ്റഫുകൾക്കായ തങ്ങളും സഹാബാക്കളും. എത്രത്തോളം ഉള്ളിക്കടന്നിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹ്ക്ക് അറിയണം. അതിന് അവസരമുണ്ടാക്കിയാണ് അല്ലാഹു തആല ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മുഹമ്മദ് മുസ്തഫ തങ്ങളും ഇഹ്സാന്റെ ദർജയിലെത്തിയിട്ടുണ്ടോ? സഹാബാക്കൾ ഇഹ്സാന്റെ ദർജയിലെത്തിയിട്ടുണ്ടോ? ഒന്നുമില്ലാതെ അള്ളാഹ് മാത്രമുണ്ട് എന്ന ധൈര്യം മനസ്സ് പറയുന്നുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൂറ കൂടി 313-ലധികം വരുന്ന സഹാബാക്കളുമായിട്ട് ഒരുമിച്ച് കൂടി. തുടർന്നുള്ള പരിപാടികൾ എന്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ അറിയിച്ചു. അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ളത് അബൂജഹലിന്റെ പടയാണ്. നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോയാൽ അബൂജഹലും സൈന്യവും മദീനത്തേക്ക് വരും. നമ്മുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും അവർ കൊന്നൊടുക്കും. ആകെ മൊത്തം മദീന കൊള്ളയടിക്കും. അതുകൊണ്ട് മദീനത്തേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. നമ്മളൊരു തീരുമാനത്തിലെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അറിയിച്ച ഉടനെ അഷ്റഫുൽ ഖൽഖിന്റെ മനസ്സിന്റെ ഉള്ളകത്ത് ഇതിനു മുമ്പ് പ്രശ്നത്തിൽ ഇടപെട്ട അല്ലാഹുവിനെ പറ്റിയുള്ള യഖീൻ 10 മടങ്ങ് വർദ്ധിച്ചു. തായിഫിൽ വെച്ച് അല്ലാഹുവിനെ നേരിട്ട് ഹഖ്ഖുൽ യഖീൻ, ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ച് ഹഖ്ഖുൽ യഖീൻ, അല്ലാഹുവിൽ ദൃഢമായ യഖീൻ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത അഷ്റഫുൽ ഖൽഖ് 100 മാർക്കോടെ ജയിച്ചു. ആ മൈതാനത്ത് വെച്ച് തയ്യാറാണ്. അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിനോട് പറഞ്ഞു, തയ്യാറാണ് അല്ലാഹുവേ, ഞാൻ ജയിച്ചു റസൂലുള്ളാഹ്. ഇനി സഹാബാക്കൾ ജയിച്ചോന്ന് അറിയണം അല്ലാഹ്ക്ക്. ഉടൻ തന്നെ ശൂറ കൂടി റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളുമായിട്ട്. അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഒരു ചെറിയ ന്യൂനപക്ഷം എതിർ പ്രഖ്യാപിച്ചു. എന്നും അങ്ങനെയാ, സഹാബാക്കളാണ്, ബദറിൽ പങ്കെടുക്കാൻ പോകുന്ന സഹാബാക്കളാ. അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുത്ത എല്ലാവരും അനുകൂലമായി നിന്നോളന്നില്ല. തൗഹീദിന്റെ വിഷയത്തില് ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും പുഴുക്കുത്തുണ്ടാവും. പുഴുക്കുത്തുകൾ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇവിടെ മുഹമ്മദ് റസൂൽ അനുസരിച്ചായിരിക്കേണ്ടത്. പുഴുക്കുത്തുകളെ, സലഫി പ്രസ്ഥാനത്തിന്റെ ഉള്ളകത്തുള്ള പുഴുക്കുത്തുകളെ നേതൃത്വം കൈകാര്യം ചെയ്യുന്നതിന് അഷ്റഫുൽ ഖൽഖിലൂടെ അല്ലാഹു തആല ഉസൂൽ പഠിപ്പിക്കുകയാണ്. ആ ഉസൂൽ അനുസരിച്ച് എല്ലാ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എല്ലാം അല്ലാഹു തആല തകിടുപൊടിയാക്കി കളയും. ഫദമ്മർനാഹ തദ്മീറ, തകിടുപൊടിയാക്കി കളയും. പിന്നെ ഗ്രൂപ്പ് 1, 2, 10 അല്ല ഉണ്ടായി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് കുറച്ച് വിഷമമുണ്ടായി. ആ സഹാബാക്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം, നമ്മുടെ കയ്യിൽ ആയുധമൊന്നും ഇല്ലല്ലോ, അബൂ സുഫിയാന്റെ കച്ചവടമല്ലേ നമ്മളെ ലക്ഷ്യം, വരുന്ന സമയത്ത് നമ്മളിതൊന്നും അറിയില്ലല്ലോ, അറിയുമായിരുന്നുവെങ്കിൽ ആയുധം കരുതാമായിരുന്നില്ലേ. സാദാ സീതാ അസ്ബാബുകളെ കൊണ്ട്, മെറ്റീരിയൽസ് കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആ സമൂഹം ഇല്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഇഹ്സാന്റെ ഭാഗമല്ല. ഒന്നുമില്ലെങ്കിലും അല്ലാഹ് നടത്താൻ കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, ഇതിനപ്പുറം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോഴേ തൗഹീദ് ഫ്ലാറ്റ് ആവുള്ളൂ. തൗഹീദ് അപ്പോഴാ ഫ്ലാറ്റ് ആവുന്നത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്റെ അല്ലാഹ് സകലതിനും കഴിവുള്ളവനാണെന്ന് അംഗീകരിച്ചു കൊടുത്താലേ തൗഹീദ് പൂർത്തിയാവുള്ളൂ. എന്നാലും എന്ന് പറഞ്ഞാൽ തൗഹീദ് പൂർത്തിയാവില്ല. എന്നാലും ഉസ്താദേ അതും വേണ്ടേ, എന്നാലും ഉസ്താദേ ഇതും വേണ്ടേ, തൗഹീദ് അതോടെ പൊട്ടി. എന്നാലും എന്ന പ്രയോഗം തൗഹീദിന് ഫിറ്റല്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന് പ്രയോഗിക്കരുത്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന് പ്രയോഗിക്കരുത്. മഖ്ലൂക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും പറയാം, പക്ഷെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും ഇല്ല. ബേശക് അള്ളാഹു മാത്രം, അത്രയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അൻസാരിയാണ്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ ഉദ്ദേശിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ധൈര്യമായിട്ട് പറ, ഞങ്ങൾ തയ്യാറാണ്, അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവും അഷ്റഫുൽ ഖൽഖിന് ഫുൾ ഉറപ്പ് കൊടുത്തു, തങ്ങൾ എന്ത് കൽപ്പിച്ചോളി, ഞങ്ങൾ പിറകെയുണ്ട്. അപ്പോഴാണ് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് മദീനക്കാരുടെ പ്രതിനിധിയായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, തങ്ങൾ പറ മുന്നോട്ട് നീങ്ങാൻ, ഞങ്ങൾ നീങ്ങും,
ഞങ്ങൾ നീങ്ങും, മുൻപിലും മലയാണ്, എന്നാലും ഞങ്ങൾ കയറും, നിങ്ങൾ നിൽക്കൂ എന്ന് പറയുന്നത് വരെ. കടലാണ്, ഞങ്ങൾ ആ കടലിലേക്ക് ഇറങ്ങും, നിങ്ങൾ നിൽക്കൂ എന്ന് പറയുന്നത് വരെ. ആ രീതിക്ക് ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. പറയൂ നബി, എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് പറഞ്ഞു, മദീനയിൽ ഖദ്റജ് ഗോത്രക്കാരുടെ നേതാവാണ്. പറയൂ നബിയെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നിങ്ങളും നിങ്ങളെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തിട്ടെല്ലാം ശരിയാക്കിയിട്ട് വാ, ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞതുപോലെ ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഫഇന്നാ ഹുനാ ഖായിദൂൻ. അന്ന് ഇസ്രായേലി മുസ്ലിമീങ്ങൾ, ഒബിസി കൂട്ടം, അന്ന് മൂസ നബിയോട് പറഞ്ഞത്, നിങ്ങളും നിങ്ങളെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തിയിരിക്കുന്ന വൻശക്തികളെ തോൽപ്പിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ഇന്നാ ഹുനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അതേപോലെ ഞങ്ങൾ പറയുമെന്നാണോ നബിയെ നിങ്ങൾ കരുതിയത്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു. അതുകൊണ്ട് പറ, എന്താ വേണ്ടത്? ഞങ്ങൾ തയ്യാറാണ്. അസവലക്കിന്റെ മുഖം പ്രകാശം കൊണ്ട് തൊടുത്തു, പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഇഹ്സാന്റെ വിഷയത്തിൽ 100 മാർക്കോടെ ജയിച്ചു. ഇനിയാണ് കളി. ഇനി കളി എന്താണ്? അശബുൽഹൽക്കും സഹാബാക്കളും അല്ല ഖുറൈശികളോട് യുദ്ധം ചെയ്യുന്നത്, മലക്കുകളും ഖുറൈശികളും തമ്മിലാണ് പിന്നെ യുദ്ധം നടക്കുന്നത്. ആയിരുന്നില്ലേ? അശബുൽഹൽക്ക് അനുയായികളെയും കൂട്ടി, നിരായുധരായ അനുയായികളെയും കൂട്ടി 70 ഒട്ടകവും 2 കുതിരയുമായി തിന്നാനും കുടിക്കാനും ഒന്നുമില്ല, കാക്ക് ചെരുപ്പ് വരെയില്ല. ബദറിലെത്തി തമ്പടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും വളരെ ജാഗ്രതയിലാണ്, ഭയങ്കര പ്രയാസത്തിലാണ്. ഒരു കുന്നിന്റെ പാറക്കെട്ടിന്റെ ഇടയിൽ ചെന്നിട്ട് അഷ്റഫുൽഹക്ക് ദുആ ചെയ്യാൻ തുടങ്ങി. സഹായിച്ചേ പറ്റൂ അല്ലാ, നീ ഇടപെട്ടേ പറ്റൂ അല്ലാ, നിന്നെ മാത്രം ഉറപ്പിച്ചിട്ട് വന്നവരാണ്, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല അല്ലാ, നീ തന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലാ, നീ അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന ദൃഢമായ യഖീനുണ്ടല്ലാഹുവേ, അതിലൊരു ചാഞ്ചാട്ടവും ഞങ്ങൾക്കില്ല, നീ ഇടപെട്ടേ പറ്റൂ. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഷ്റഫുൽഹക്കിന്റെ മേൽ പിടിച്ചിരിക്കുന്ന തട്ടം താഴെ വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിറകിൽ വന്നിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒന്ന് മതിയാക്ക്, അല്ലാഹ് നിങ്ങളെ സഹായിക്കും, മതി ദുആ ചെയ്തത്, തങ്ങളെ വിഷമം കാണാൻ കഴിയുന്നില്ല. ദലായിലിലെ രംഗം ബാക്കി അല്ലാഹു തആല പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. എന്തിനായിരുന്നു ബദർ ഉണ്ടായിരുന്ന അല്ലാഹു തആല പറഞ്ഞു. തുടർന്നങ്ങോട്ട് 2 സംഘങ്ങൾ ഏറ്റുമുട്ടിയത് എന്തിനാണ്? യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നത് ലിയുഹിഖൽ ഹഖ ബികലിമാതിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ലോകാവസാനം വരെ അർത്ഥവത്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാനായിരുന്നു ബദർ ഉണ്ടായത്. കാഫിരീങ്ങളുടെ മൊരടർച്ച കളയണം അല്ലാഹു തആല ഉദ്ദേശിച്ചത്, അതിനാണ് ബദർ ഉണ്ടായത് എന്ന് പറഞ്ഞു അല്ലാഹു തആല. അല്ലേ? സൂറത്തുൽ അൻഫാലിൽ തന്നെ 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, വഉഖറ കാഫിറ, മറ്റേ സംഘം കാഫിറുകളാണ്. ആരായിരുന്നു കൂട്ടരെ കാഫിരിങ്ങൾ? ആര്യന്മാരോ, ദ്രാവിഡന്മാരോ, ഇന്ത്യയിലെ ഹിന്ദു മതക്കാരോ, അതോ ക്രിസ്ത്യാനികളോ, അതോ ജൂതന്മാരോ, അതോ ഫാർസികളോ, അതോ മജൂസികളോ? ആരാണ് ഈ ഉഖില കാഫിറ എന്ന് അല്ലാഹു തആല പറഞ്ഞ കാഫിർ സംഘം? പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ദർഗന്റെ ആൾക്കാർ, മൗലാനമാർ, ഷെയ്ഖുനമാർ, കഅബാലയത്തിൽ കൃത്യമായി നിസ്കരിക്കുന്നവർ, ആശൂറായിന്റെ നോമ്പ് കൃത്യമായിട്ട് നോക്കുന്നവർ, മക്കയിൽ തവാഫ് സഅയും ഹജ്ജും ഉംറയും കൃത്യമായി നിർവഹിക്കുന്നവർ, അവരെയാണ് അല്ലാഹു തആല വഉഖറ കാഫിറ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ജാറത്തിന്റെ ആൾക്കാർ, ദർഗന്റെ ആൾക്കാർ, അവർ കാഫിരീങ്ങളാണ്. ഇതല്ലേ ഖുർആൻ? നേർക്ക് നേരെ അർത്ഥം വെക്കി എന്തിനാ വളച്ചൊടിച്ചിട്ട് ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി കിടന്നത്? ദർഗന്റെ ആൾക്കാർ കാഫിരീങ്ങളാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല. ഒരു കാരണവശാലും അവരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല, നിസ്കാരം സഹിയാകുകയില്ല. കാരണം ദർഗന്റെ ആൾക്കാർ ദർഗയിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണെങ്കിൽ അയാളെ ഷഹാദ ബാത്തിലാക്കിയ ആളാണ്. ഉളു ഇല്ലാത്തവന്റെ നിസ്കാരം പോലെ അയാളെ നിസ്കാരം ബാത്തിലാണ്. പിന്നെങ്ങനെ തുറന്നു നിൽക്കാൻ പറ്റും? ഇവിടെ കാഫിറ എന്ന് പറഞ്ഞത് മറ്റു മതക്കാരെ പറ്റിയാണെങ്കിൽ പറ, ഏത് മതമാണെന്ന് വക്കത്തുള്ളത്? ഏത് മതക്കാരാണ് ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി വന്നിരിക്കുന്നത്? അന്ന്
ഒറിജിനൽ തൗഹീദിന്റെ മുസ്ലിമീങ്ങളും തൗഹീദില്ലാത്ത ജാറത്തിന്റെ മുസ്ലിങ്ങളില്ലാത്ത വേറെ ആരാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നത്? ആ കൂട്ടത്തിൽ വേറെയും പലരും ഉണ്ടല്ലോ. നിർബന്ധപൂർവം വന്നവർ, മനസ്സിൽ തൗഹീദോട് താല്പര്യമുള്ള, എന്താ പുറത്ത് പറയാൻ മടിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. അബൂജഹലിന്റെ പാർട്ടിയിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേപോലെ പലരും ആ കൂട്ടത്തിലുണ്ട്, തൗഹീദ് ഉള്ളിലുള്ളവർ. പക്ഷെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടില്ല. ജാറങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് ധൈര്യമില്ല. പാരമ്പര്യം. ഉപ്പുപ്പമാരും ഉമ്മമ്മമാരങ്ങനെയാണെന്ന് അവരും ഇല്ലേ ബദറില്? അവരെന്താ നമ്മൾ കാണേണ്ടത്? അവർ കാഫിരികളല്ലെങ്കിൽ പിന്നെ ആരാണ് അവർ? അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് കാഫിറായിരുന്നില്ലേ? അഷ്റഫുൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലേ? ചരിത്രം അതിന്റെ അണപ്പൈ തീർത്ത് തിരിച്ചറിഞ്ഞേ പറ്റൂ. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതെ അല്ലാഹു തആല പറഞ്ഞു, ഫസ്തജാബ ഇത് തസ്തഗീസൂന റബ്ബക്കും. ഓ മുഹമ്മദ് നബി, നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നല്ലോ. വിളിക്കാമായിരുന്നില്ലേ? യാ ഇബാദല്ലാഹി ഇന്നൂനി വിളിക്കാമായിരുന്നില്ലേ? അഷ്റഫുൽ പരിചയമുള്ള ജിന്നുകളില്ലേ ആ നാട്ടില്? തായിഫിൽ വെച്ച് തിരിച്ചു വരുമ്പോഴല്ലേ ഒരു ജിന്ന് സംഘം അഷ്റഫുൽ ഖൽക്കിന്റെ ഖുർആൻ കേട്ടിട്ട് ആ സംഘത്തോടൊപ്പം പോയിട്ട് പറഞ്ഞ കാര്യം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? വൈദ് സറഫിനാ നഫറൻ മിനൽ ജിന്ന്, ജിന്നു വർഗത്തിലെ ഒരു സംഘത്തെ അഷ്റഫുൽ ഖൽക്ക് തായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നു. നബി തങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ ആ ജിന്ന് സമൂഹത്തെ. പിന്നീട് അള്ളാഹു പറഞ്ഞു കൊടുത്തപ്പോഴല്ലേ അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു പറഞ്ഞത്. അവർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗറാത്ത് അറിയുന്നവരാണെന്നല്ലേ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അവർ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് പറഞ്ഞ എന്താ? മൂസ നബിക്ക് ശേഷം ഒരു വിശുദ്ധമായ ഖുർആനുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ നമ്മൾ അംഗീകരിക്കണം, അവരെ നമ്മൾ വിശ്വസിക്കണം എന്ന് ജിന്ന് സംഘത്തോടൊപ്പം പോയിട്ട് അവർ പറയുകയും അവർ മുഴുവനും മുസ്ലിം ആവുകയും ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. എന്താ യാ ഇബാദല്ലാഹി ഇന്നൂനി വിളിക്കാമായിരുന്നില്ല? അഷ്റഫുൽ പറ്റുകയില്ല. ജിന്നുകളുമായിട്ട് ഒരിടപാടും മുസ്ലിമീങ്ങൾക്കില്ല. മലക്കുകളായിട്ട് മാത്രമേ മുസ്ലിങ്ങൾക്ക് ഇടപാടുള്ളൂ. ആകെ ഇടപാടുള്ളത് ശൈത്താനുമായിട്ട് മാത്രമാണ്. ശൈത്താനെ തൊട്ട് കാവല എന്നാ വിളിക്കുന്നാല് ശൈത്താൻ ഒന്ന് സഹായിക്കുക. ശൈത്താൻ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് വായിക്കൂടാന്നൊന്നുമില്ല. ഇപ്പൊ ജിന്നാണ്. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ശൈത്താൻ ഒന്ന് സഹായിക്കുക ശൈത്താൻ എന്ന് പറഞ്ഞ കാലം വിദൂരമൊന്നും അല്ല. ഇങ്ങനെയാണെങ്കിൽ ഇതേ പോക്കാണെങ്കിൽ ഇല്ല. അങ്ങനെ ഒരു സംവിധാനം ദീനുൽ ഇസ്ലാമിലില്ല. അല്ലാഹു തആല പറഞ്ഞു, തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ സഹായത്തിന് വേണ്ടി ചോദിച്ച സന്ദർഭം. ഫസ്തജാബ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ആ ദുആക്ക് ഉത്തരം തന്നു. എന്താ അല്ലാഹു തആല ചെയ്തത്? അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, മലക്കുകളിൽ നിന്ന് 1000 പേരെ ഇതാ എത്രയും പെട്ടെന്ന് ഇറക്കുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ആയത്തിറക്കി 2000 പേരെ ഇറക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ആയത്തിറക്കി 5000 പേർ ഇറങ്ങുന്നുണ്ട്. അവിടെ മലക്കുകളെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്ത് ജിന്നുകളെ സൗകര്യപ്പെടുത്തി കൊടുത്തില്ല? ജിന്നുകളുമായിട്ട് മോമിനീങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഖിയാമത്ത് നാൾ വരെ. അത് പഠിപ്പിക്കാൻ. മലക്കുകളോ? തീർച്ചയായിട്ടും മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോമിനീങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി ആക്കിയിരിക്കുകയാണ്. ഖിദ്മത്തിന് വേണ്ടി ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മലക്കുകളെ വിളിച്ചിട്ട് ഇന്ന ഖിദ്മത്ത് ചെയ്യുന്നു പറയാൻ പറ്റുമോ? പറ്റുകയില്ല. എന്തുകൊണ്ട്? അവർ ഗൈബിൽപ്പെട്ടതാണ്. ഗൈബിൽപ്പെട്ടവരോട് ചോദിക്കുന്നത് ശിർക്കാണ്. അത് പഠിപ്പിക്കാനാണ് ബദ്രു ഇത് ഉണ്ടായത്. ജിന്ന് പറ്റോ, മലക്ക് പറ്റോ, ഷെയ്ഖ് പറ്റോ, വലിയ പറ്റോ, ഇതൊക്കെ പഠിപ്പിക്കാനാണ് ബദ്രു ഇത് ഉണ്ടായത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അടുത്ത ഡ്യൂട്ടി മുഴുവനും ഏറ്റെടുത്തത് മലക്കുകളാണ്. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇറങ്ങണം. മുഹമ്മദിനെയും അനുയായികളെയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായികളാവണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് ഫദ്രിബൂഹും ഫൗഖൽ അഅ്നാഖ്, അപ്പുറത്തുള്ളവരുടെ കഴുത്തിന് മുകളിൽ നോക്കിയിട്ട്, പെരടിക്ക് മുകളിൽ നോക്കിയിട്ട് വെട്ടിക്കള. അതേപോലെ തന്നെ അവരുടെ വിരലുകൾ മുഴുവനും ഛേദിച്ചുകള. ആരോട് പറഞ്ഞ? അള്ളാഹു മലക്കുകളോട് പറഞ്ഞിട്ട് ആ വിഷയമാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത്. നബിതങ്ങളോട് പറഞ്ഞ വിഷയമല്ല അത് മലക്കുകളോട് പറഞ്ഞ വിഷയമാണ്. അതേപോലെ തന്നെ മലക്കുകൾ പ്രവർത്തിച്ചില്ലേ? വന്നിട്ട് സഹാബാക്കൾ പറഞ്ഞ എന്താ? ഞങ്ങൾ വാൾ ഓങ്ങുമായിരുന്നു, അപ്പോൾ തല തെറിക്കുന്നത് നമ്മൾ കണ്ടു. ആര് തെറിപ്പിച്ചത്? ഒരാരെങ്കിലും മലക്കളെ കണ്ടോ? ഒരാരെങ്കിലും മലക്കളെ കണ്ടോ? ഒരൊറ്റാളെയും കണ്ടില്ലല്ലോ. ആകെ കണ്ടതൊരു ശൈത്താനെ മാത്രമാണ്. അപ്പുറത്തെ പക്ഷത്ത് അല്ലാഹു തആല ശത്രുവായി നിയോഗിച്ച ശൈത്താൻ സഹായത്തിന് വന്നു. അതെ, ബനൂ കിനാന ഗോത്രക്കാര് അബൂജഹലോടൊപ്പം പിണങ്ങി. ആ ബനൂ കിനാന ഗോത്രത്തിൽപ്പെട്ട വേറൊരു ശാഖയുടെ നേതാവായിരുന്നു ആര്? സുറാഖത്ത് ബിൻ മാലിക്. സുറാഖത്ത് ബിൻ മാലിക് നല്ല അമ്പെയ്ത്ത് വിദ്യക്കാരനാണ്, ഓട്ടപ്പന്തയക്കാരനുമാണ്. സുറാഖത്ത് ബിൻ മാലിക് നല്ല ധൈര്യവാനാണ്. കിനാന ഗോത്രക്കാർ ഇടഞ്ഞിട്ടുണ്ട് എന്ന് അബൂജഹലിന് ക്ഷീണുണ്ടാക്കി. ഉടൻ തന്നെ
ഷൈത്താൻ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളല്ലേ? ഖുർആൻ അല്ലാഹ് പറഞ്ഞതല്ലേ? സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ ഷൈത്താൻ അപ്പുറത്തെ ഭാഗത്ത് വന്നു. അബൂജഹലോട് വന്നിട്ട് കൈവറിച്ചു, സുഖല്ലേ, ഞാൻ സുറാഖത്ത് ബിൻ മാലിക്കാണ്, കിനാന ഗോത്രക്കാരെ അടഞ്ഞതിൽ വിഷമിക്കേണ്ടിയില്ല, ഞാനുണ്ട് സഹായിക്കാൻ. കാരണം സുറാഖത്ത് ബിൻ മാലിക്കിനെ പറ്റി ഇവർക്ക് നന്നായിട്ട് അറിയാം, അബൂജഹലിനും പാർട്ടിക്കും നല്ല യോദ്ധാവാണെന്ന് അറിയാം. അപ്പൊ ധൈര്യം കൊടുത്താൽ നടക്കും, തീർച്ചയായിട്ടും നടക്കും. സുറാഖത്ത് ബിൻ മാലിക് പറഞ്ഞു, ധൈര്യമായിരിക്കും, ഞാനുണ്ട്, ഇന്നി ജാറുല്ലക്കും. ഖുർആൻ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്, ഇന്നി ജാറുല്ലക്കും, നിങ്ങൾ അടുത്ത് തന്നെ ഞാനുണ്ട്. ഫല ഗാലിബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റൂല. ആരത്? ഷൈത്താൻ. അതോ ജിന്നോ? ജിന്ന് ചാപ്റ്ററിലില്ലല്ലോ കൂട്ടുകാരെ, ഷൈത്താനല്ലേ ചാപ്റ്ററിലുള്ളൂ. എന്തിനാണ് ഷൈത്താനെ സേവിക്കാൻ ഇത്രയും ലക്ഷം ചെലവാക്കിയിട്ട് പള്ളിയും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്? ഷൈത്താനെ സേവിക്കാൻ. ജിന്നുമായിട്ടല്ല ചർച്ച, ഷൈത്താനെ പറ്റിയാണ് ചർച്ച. ജിന്നിനെ പറ്റിയുള്ള ചർച്ച ഇല്ലല്ലോ. ഹബീബിന്റെ വഫാത്തോടുകൂടി ജിന്നിന്റെ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ? പിന്നെ ചർച്ചയുള്ളത് ഷൈത്താൻ മാത്രമല്ലേ? എന്തിനാണ് പണ്ഡിതന്മാരടക്കം ഷൈത്താനെ പറ്റി പ്രസംഗിക്കാൻ സ്റ്റേജ് കെട്ടുന്നത്? ദുരിതം, ജൂതത്തിന്റെ ദുരിതം, സലഫിയത്തിന് ഏറ്റവും വലിയ ദുരിതം ജൂതന്റെ ദുരിതം. അതാണ് ജിന്നി ചർച്ച, ഷൈത്താൻ ചർച്ച. സുറാഖത്ത് ബിൻ മാലിക് അബൂജഹലോട് സംസാരിച്ച വിഷയം അള്ളാഹു ആണ് പറയുന്നത്. പേടിക്കണ്ട, ഞാനുണ്ടെങ്കിൽ കൂട്ടത്തില്. ഈ കാലഘട്ടത്തിൽ എത്ര സുറാഖത്ത് ബിൻ മാലിക് കയറി ഇറങ്ങുന്നുണ്ടെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ സുറാഖത്ത് മാലിക്കുമാർക്ക് ഒരേ ഉണ്ട്, കേരളത്തിൽ നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. ചില രംഗങ്ങൾ കാണും കേൾക്കുകയും ചെയ്യുമ്പോൾ. അള്ളാഹു മനസ്സിലാക്കട്ടെ. ഞാനൊന്നും ക്ലിയറാക്കാത്തത് റമദാൻ മാസമാണ്, നമുക്ക് ആ ശീലവും. അതുകൊണ്ടാണ് വിഷയം പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. ചിലപ്പോൾ ചിലർക്ക് എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചെയ്യും. അതിന് ഞാൻ ഉത്തരവാദിയുമല്ല. ഞാനൊരു വിഷയം പറയുമ്പോൾ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇയാളെ നമ്മളെയാണോ പറയുന്നത് എന്ന് തോന്നിയേക്കാം. അതായത് കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞത്. കിണ്ണം കട്ടോനിക്കല്ലേ തോന്നുള്ളൂ. കണ്ടപ്പോൾ എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ? കട്ടോനിക്കല്ലേ തോന്നുള്ളൂ, അല്ലാത്തവർക്ക് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്, ചത്ത് വീഴുകയാണ്. അബൂജഹൽ അടക്കം 70 പേര് ചത്ത് വീഴുകയാണ്. അതിൻ്റെ മുമ്പ് അവൻ പറഞ്ഞ വിഷയം കൊണ്ട് കൈവിട്ടിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്കൊരു മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇന്നി അറാമാല തറവും, നിങ്ങൾ കാണാത്ത പലരും ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് കാണാം, എനിക്ക് പണ്ട് പരിചയമുണ്ടവരെ. അതേ കൂട്ടരെ, ഷൈത്താൻ ആകാശത്തിൽ വെച്ച് നല്ല പരിചയമുള്ളവരല്ല മലക്കുകൾ. മലക്കുകൾ എങ്ങനെയാണ് ജീവിക്കുന്നവരെ, രൂപം എന്താണ്, ഭാവം എന്താണ്, കോലം എന്താണ് നന്നായിട്ട് അറിയുന്നവരല്ലേ ഷൈത്താൻ. അതുകൊണ്ടാണ് അബൂജഹലോടും ബാക്കിയോടും പറഞ്ഞത്, എനിക്കൊരു മിനിറ്റ് നിൽക്കാൻ പറ്റൂല, ആകാശത്തിൽ നിന്ന് ചിലർ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് എന്റെ അള്ളാഹിനെ പേടിയാണ്. വിഷയത്തിൽ അള്ളാഹ് ഇടപെട്ടിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടു. അള്ളാഹ് ഇടപെട്ട അവസ്ഥയ്ക്ക് ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റുകയില്ല. അതെയാണ് അള്ളാഹ് ഇടപെട്ടിടത്ത് ഷൈത്താൻ ജയിക്കുന്ന പ്രശ്നമില്ല കൂട്ടരെ. അതാണ് തൗഹീദിന്റെ ബലം. അള്ളാഹ് ഇടപെട്ടിടത്ത് ഷൈത്താൻ ജയിക്കുന്ന പ്രശ്നമില്ല. ഒരു പേടിയും വേണ്ട. മുഅ്മിനീങ്ങൾ എന്തിന് ഷൈത്താനെ പേടിക്കണം? ഒരു പേടിയും വേണ്ട. അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ തൗഹീദുകളാക്കിയാൽ മതി. അള്ളാഹ് ഇടപെട്ടാൽ പിന്നെ അവനൊരു മിനിറ്റ് നിൽക്കൂല. അത് അള്ളാഹു അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ല ഇബാദക്കൽ മുഖ്ലിസീൻ, നിന്റെ തൗഹീദുള്ള അടിമകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ കുഴപ്പത്തിലാക്കും എന്ന് അള്ളാഹുവിനോട് എന്ന് പറഞ്ഞതാണ്. അവൻ കൈവിട്ടിട്ടോടി. യുദ്ധം അവസാനിച്ചു. അബൂജഹൽ അടക്കമുള്ള കൊലകൊൻപന്മാര് മരിച്ചു വീണു. 70 പേരെ ബന്ദികളാക്കി പിടിച്ചു. അതിൽ അബ്ബാസ് റളിയല്ലാഹു അടക്കമുള്ളവരുണ്ട്. ഒരാൾ റസൂലുള്ളാഹി തങ്ങൾ ഒരു പുതിയാപ്പളിയുണ്ട് ആ കൂട്ടത്തിൽ. ഇവരൊന്നും യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല, ഖുറൈശികളെ പേടിച്ചിട്ട് വന്നവരാണ്. അവരൊന്നും ജാറത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവരായിരുന്നില്ല. അബൂജഹലിന്റെയും അബൂലഹബിന്റെയും ദർഗാ സംവിധാനത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവരായിരുന്നില്ല. പക്ഷെ അവർ നിർബന്ധപൂർവ്വം വന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വഹയിറക്കി ചിലർ നിർബന്ധപൂർവ്വം വന്നിട്ടുണ്ട്, അവരെ കൊല്ലാതെ സൂക്ഷിച്ചോളണം, അവരെ കൊന്നുകളയരുത് എന്ന് അള്ളാഹു തആല നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഇന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോളണം, അവരെ കൊന്നുകളയരുത്. അവരെയാണ് ബന്ദികളാക്കി പിടിച്ചത്. പിന്നെയുള്ള സംഭവം നിങ്ങൾക്കറിയാലോ. യുദ്ധം അവസാനിച്ചു. അള്ളാഹു തആല പറഞ്ഞു, വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, എന്നിട്ടും നിങ്ങളെ ഞാൻ ബദറിൽ സഹായിച്ചു. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 100 മാർക്കോടെയാണ് അഷ്റഫുൽ ഖൽഖും സഹാബാക്കളും ഇഹ്സാനിൽ ജയിച്ചത്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇപ്രകാരമാണ് അല്ലാഹു തആല മുഹ്സിനീങ്ങളെ സഹായിക്കുക, പ്രതിഫലം കൊടുക്കുക. ഇതേ കൂട്ടർ തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉഹുദിലെത്തിയത് പിറ്റത്തെ കൊല്ലം.
എന്തിനായിരുന്നു പിറ്റത്തെ കൊല്ലം ഉഹദ് ഉണ്ടായത്? അതും ഈ പറഞ്ഞ പോലെ അല്ലാഹു തആലക്ക് മലയെങ്ങാനം മറിച്ചിട്ടിട്ട് ഖുറൈശികളെ കൊല്ലാമായിരുന്നില്ലേ? ഉഹദ് മലയെ ഒന്ന് ഉറപ്പിച്ചാൽ പോരെ? ഖുറൈശികളെ മുഴുവനും ചത്തൊടുങ്ങൂലേ, പൊടി പോലെയാവൂലേ? എന്തിനാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്? ബദർ യുദ്ധത്തിൽ ഉണ്ടായ ആ ഈമാനികമായ ആവേശം അസ്ബാബുകളുടെ മുമ്പിൽ, വസ്തുക്കളുടെ മുമ്പിൽ, മെറ്റീരിയൽസിന്റെ മുമ്പിൽ തളർന്നു പോകുന്നുണ്ടോ എന്ന് അല്ലാഹുക്ക് അറിയണം. ഉഹദ് മദീനയിലാണ്. ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് പരിചയമുള്ള നാടാണ് മദീന. 2-3 കൊല്ലമായി അവർ മദീനയിലുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് എല്ലാ കാര്യവും അറിയുന്നവരാണ് മുസ്ലിമീങ്ങൾ. മദീനത്തെ പള്ളിയിൽ വെച്ച് അഭ്യാസം നടക്കുകയാണ്. ശരിക്കും യുദ്ധത്തിന് വേണ്ടി ട്രെയിനിങ് നടക്കുകയാണ്. അബൂ സുഫിയാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതിന് പകരം തീർക്കും നമ്മൾ എന്ന്. ആ പകരം തീർക്കാൻ വേണ്ടി ഖുറൈശികൾ വരുമെന്ന് ഉറപ്പിവർക്കുണ്ട്. അതിനുവേണ്ടി അഷ്റഫുൽ ഖൽഖ് എല്ലാവർക്കും ആയുധാഭ്യാസം നൽകുകയാണ് മദീനത്തെ പള്ളിയിൽ. എല്ലാവരും മാനസികമായിട്ട് ധൈര്യത്തിലാണ്, ശാരീരികമായിട്ട് ധൈര്യത്തിലാണ്, ആരോഗ്യപരമായിട്ട് ധൈര്യത്തിലാണ്, ആയുധപരമായിട്ട് ധൈര്യത്തിലാണ്. 3000 ആളുമായിട്ട് അബൂ സുഫിയാൻ വരുന്നുണ്ട് എന്നറിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സംഘടിപ്പിച്ചു 1000-ഓളം പേരെ. ഉഹദ് മലയുടെ താഴ്വാരത്തിൽ അവർ സമ്മേളിച്ചു. അബൂ സുഫിയാന്റെ സംഘം അക്കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഖാലിദ് ബിൻ വലീദിനെ പോലെയുള്ള ധീരകേസരികൾ അക്കൂട്ടത്തിലുണ്ട്. ഉഹദ് രണാങ്കണത്തിലെത്തിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 പേരെ തെരഞ്ഞെടുത്തു മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. അവർക്ക് അമ്പയ്യാൻ അറിയുന്നവരാണ് അവർ. തൊട്ടടുത്തുള്ള ജബലുർ റുമാദി എന്ന മലയുടെ മേലെ അവരെ നിർത്തി. ആ മലയുടെയും ഉഹദ് മലയുടെയും ഇടയിലാണ് യുദ്ധം നടക്കുന്നത്. ജബലുർ റുമാദി എന്ന മലയിൽ അവരുടെ ജോലി എന്താ? തെക്കോട്ട് നിരീക്ഷിച്ചോളണം, തെക്കു ഭാഗത്തേക്ക്. ആ ഭാഗത്ത് നിന്ന് ഗറില്ല സൈന്യങ്ങൾ ഖുറൈശികളെ സഹായിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കലാണ് ഇവരെ ജോലി. വന്നാൽ അവരെ അമ്പെയ്ത് തുരത്തിയേക്കണം. അതിനാണ് അല്ലാഹു റസൂൽ നിയോഗിച്ചത് അവരെ മലയുടെ മുകളിൽ. യുദ്ധം ആരംഭിച്ചു. ഫസ്റ്റ് റൗണ്ട് 100% മുസ്ലിമീങ്ങൾക്ക് വിജയം. മുസ്ലിമീങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. കാരണം ബദറിൽ അള്ളാഹു സഹായിച്ചു, അതേപോലെ അള്ളാഹു സഹായിക്കും. ബദറിൽ റസൂലുള്ളാഹി തങ്ങളാണ് മുന്നണിയിലുള്ളത്, നേതൃത്വത്തിലുള്ളത്. ക്യാപ്റ്റൻ, സർവ്വസേനാധിപൻ റസൂലുള്ളാഹി തങ്ങളാണ്. ഇവിടെയും റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ട് നമുക്കൊന്നും വിഷമിക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 100 മാർക്കോടെ എവിടെയും ജയിച്ചു. ഫസ്റ്റ് റൗണ്ട് മുസ്ലിമീങ്ങൾ ജയിച്ചു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി സംഘം ഓടി, എല്ലാം ഇട്ടിച്ചോടി, പേടിച്ച് വിറച്ചിട്ടോടി. കാരണം എന്താ? അവർക്ക് അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയില്ല. മക്കത്ത് വന്നവരാണ് അവർ. മദീനത്ത് നിന്ന് 500 കിലോമീറ്റർ അപ്പുറത്താ മക്ക. പലരും മദീന പരിചയമുള്ളവരല്ല. മുസ്ലിമീങ്ങളാവട്ടെ മദീന പരിചയമുള്ളവരാണ്. ഇതിലൂടെ ഓടേണ്ടത്, എല്ലാം ഇറങ്ങേണ്ടത് അവർക്ക് നന്നായിട്ട് അറിയാം. യുദ്ധം അവസാനിച്ചു. സാധന സാമഗ്രികളെല്ലാം പിറക്കി കൂട്ടാൻ തുടങ്ങി. ഗനീമത്ത്, സ്വത്ത്, അംഫാൽ. വളരെ ആഹ്ലാദത്തിലാണ് മുസ്ലിമീങ്ങൾ, വളരെ സന്തോഷത്തിലാണ് മുസ്ലിമീങ്ങൾ. ഈ സന്ദർഭത്തിൽ ശരിക്കും ശ്രദ്ധിച്ചോളണം. ബദ്രിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരീക്ഷയായിരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പരീക്ഷയായിരുന്നു. 2 പേപ്പറിലും 100 മാർക്കോടെ ജയിച്ചു. അതിന് സമ്മാനവും കിട്ടി. ഉഹദിലും ഇതേ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ പരീക്ഷയിൽ ജയിച്ചതിന്റെ അഹങ്കാരത്തിലാണോ മുസ്ലിമീങ്ങൾ, അതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീവ്രമായി മുഹമ്മദുർ റസൂലുള്ളാഹിയിലാണോ മുസ്ലിമീങ്ങൾ? അതിനാണ് ഒറ്റ കൊല്ലം കൊണ്ട് വേറൊരു യുദ്ധം അല്ലാഹു തആല ഉണ്ടാക്കിയത്. ആ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ആരാണ്? ബദറിൽ ഷഹീദായ 14 പേരൊഴിച്ച് 200 ചില്ലാൻ ആൾക്കാരാണ്, ബദരീങ്ങളാണ് ഉഹദിൽ പങ്കെടുത്തിരിക്കുന്നത്. 14 പേര് ഷഹീദായി. ബാക്കിയുള്ളവര് വളരെ കുറച്ച് പേരെ അതിൽ നിന്ന് മാറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവനും ഉഹദിലുണ്ട്. ബദരീങ്ങളാണ് ഉഹദിലുള്ളത് മുഴുവനും. ഈ ബദരീങ്ങളായ ഉഹദീങ്ങളും ബദരീങ്ങളുമായി ഇപ്പം അവര് 2ാം റൗണ്ട് സാധന സാമഗ്രികൾ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ ബദരീങ്ങളാണ് ഉഹദീങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു പരീക്ഷിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തൗഹീദും റിസാലത്തുമാണ് അള്ളാഹ് അറിയേണ്ടത്. ബദരീങ്ങളാണ് ഉഹദീങ്ങളാണ് അള്ളാഹ് അറിയേണ്ട. ആ മലന്റെ മുകളിൽ നിന്ന് 50 പേര് സ്വന്തം മുഷാവറ കൂടിയാലോചന നടത്തി. അവർ ചർച്ച ചെയ്തു. യുദ്ധം അവസാനിച്ചു. ഇനി നമ്മളിവിടെ നിൽക്കേണ്ടതില്ല. നമുക്കിറങ്ങാം. അവരോടൊപ്പം നമുക്ക് സാധന സാമഗ്രികൾ ഒരുമിച്ച് കൂട്ടൽ തുടങ്ങാം. അപ്പൊ മറ്റു ചിലർ പറഞ്ഞു പറ്റൂല, റസൂലുള്ള പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്നത്. നമ്മുടെ സ്വന്തം ഹവയനുസരിച്ച് ഇറങ്ങുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹിക്കാർ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹവ റസൂലുള്ളാഹിക്കാർ മനസ്സിലാക്കണം. മുഹമ്മദ് റസൂലിന്റെ അപ്പുറത്തൊരു പോയിന്റ് അനങ്ങുന്ന പ്രശ്നമില്ല നമുക്ക്.
റസൂലുള്ളാഹി പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്നത്. ഇറങ്ങുന്ന പ്രശ്നമില്ല. ആവശ്യം തീർന്നല്ലോ, പിന്നെന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? ഒരു കൂട്ടം ചുരുക്കി പറഞ്ഞാൽ ആവശ്യം തീർന്നല്ലോ, പിന്നെന്തിനാ നിൽക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം മലയുടെ മുകളിൽ നിന്നിറങ്ങി. രണ്ടാം ഷഹാദയിൽ വിള്ളലുകൾ വന്നു. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന് ഡാമേജ് വന്നു. ആ സഹാബാക്കളുടെ അള്ളാഹു സഹായം പിൻവലിച്ചു, നൊടിയിട കൊണ്ട് പിൻവലിച്ചു. ഖുറൈശികളുടെ മനസ്സിൽ, ഓടിയവരെ മനസ്സിൽ അള്ളാഹു ധൈര്യം ഇട്ട് കൊടുത്തു. ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ അങ്ങേ കിഴക്കുഭാഗത്തൂടെ സൈന്യം തിരിച്ചു വന്നു. യുദ്ധം രണ്ടാം റൗണ്ട് ആരംഭിച്ചു. എല്ലാം തകർന്ന് തരിപ്പണമായി. എന്താ കാര്യം? മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് ഡാമേജ് വന്നപ്പോൾ അതിൻ്റെ പ്രത്യാഘാതമാണ് ഇതിൽ സംഭവിച്ചതെങ്കിൽ, അതും അഷ്റഫുൽ ഖൽക്കിൻ്റെ നേതൃത്വത്തിൽ സഹാബാക്കള്, ബദരീങ്ങള് എല്ലാവരും ഉണ്ടായിട്ടും സംഭവിച്ചെങ്കിൽ, വർത്തമാന കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ദർഗകളെ കൊണ്ട് പൊളിക്കുകയും മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദ സൂഫി തരീഖത്തുകളെ കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും പൊളിക്കുകയും ചെയ്തവരുടെ നാശം എത്ര കടുപ്പമായിരിക്കും നിങ്ങൾ ആലോചിക്കണം. ഏത് സഹായത്തിനാണ് നിങ്ങൾ ഈ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവനും സഹായിച്ചാലും മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അപ്പുറത്ത് അമേരിക്കയും, ഇപ്പുറത്തുനിന്ന് റഷ്യയും, അപ്പുറത്തുനിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളും, അവിടുന്ന് ഈജിപ്ത് മുതൽ ഇത് ഇന്ത്യ വരെ, അതേപോലെ തന്നെ ലെബനാൻ മുതൽ യമൻ വരെ, ലെബനാനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂത്തികൾ വരെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മെനക്കെട്ടാലും വല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ക്ലിയറാകുന്നത് വരെ മുസ്ലിം ഉമ്മത്തെ കരപിടിക്കുന്ന പ്രശ്നമില്ല. അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ ക്ലിയറാകുന്നത് വരെ ദർഗകളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കി 40,000 ദർഗകളും പൊളിച്ചു നീക്കാതെ ആകാശത്തിന്റെ തീരുമാനം വരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ലോകത്ത് മൊത്തത്തിൽ 40,000-ഓളം ദർഗകളുണ്ട്. അതേപോലെ തന്നെ 1000-ലധികം തരീഖത്തുകളുണ്ട് ലോകത്ത്. മുഹമ്മദി റിസാലത്തിന്റെ ഘടകവിരുദ്ധമായ തരീഖത്തുകൾ കേരളത്തിന് മാത്രമുണ്ട് 100 ചില്ലാൻ തരീഖത്തുകൾ. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നത് കള്ളത്തരമാണ്, മടയത്തരമാണ്. അള്ളാഹു ഒന്നും അറിയാത്ത വിഡ്ഢിയാണെന്ന്. നിങ്ങളുടെ പ്രവൃത്തിയെ തൊട്ടൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹി നേതൃത്വം വഹിക്കുന്നത് പരിഗണിച്ചില്ല അല്ലാഹു തആല. ബദരീങ്ങളാണ് അതിലുള്ളത്, പരിഗണിച്ചില്ല അല്ലാഹ്. എന്നിട്ട് ആ ബദരീങ്ങളെ പേര് കടലാസിലെഴുതിയിട്ട് പൊരന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് കള്ളം കയറുന്നതിന് തൊട്ട് കാക്കാൻ വേണ്ടി പറയുന്ന ബദരീങ്ങളെ ബറക്കത്തിനാക്കണേ യാ റബ്ബന എന്ന് പറയുന്ന പൊള്ളത്തരം പറയുന്ന സമുദായം, ഈ സമുദായത്തിന് മാപ്പില്ല. കാരണം എന്താണ്? 200 ചില്ലാൻ ബദരീങ്ങളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഉഹുദിൽ മുഴുവൻ കശാപ്പും നടത്തിയത്. ബദരീകൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഉഹുദിൽ. ബദരീങ്ങൾക്ക് ഒരു ചുക്കും ഉഹുദിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ തീരുമാനം വന്നപ്പോൾ പിന്നെയാണോ 1500 കൊല്ലത്തിന് ശേഷം ബദർ പാട്ടും കിസ്സപ്പാട്ട് പാടി ബിരിയാണി വെച്ച് വിളമ്പിയിട്ട് മല്ലമാരെ ദുആ കൊണ്ട് ചെയ്യാൻ? തൗഹീദ് പഠിപ്പിക്കാൻ അല്ലാഹു തആല ചെയ്തതാണ് ഉഹുദ്, ബദറും ഉഹുദും. ഇതിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലാണ് നാം ഉള്ളത്. അതെ, നാം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊള്ളുക. ഒന്നാമത്തെ വിഷയം, അല്ലാഹു തആല റമദാൻ മാസത്തിൽ നൽകിയിരിക്കുന്ന ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ എത്രത്തോളം ക്ലിയറാക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു നോക്കുന്നത്. ജയിച്ചേ പറ്റൂ 100 മാർക്കോടെ. രണ്ടാമത് അല്ലാഹു തആല ചോദിക്കുന്ന ഇസ്തിഗ്ഫാർ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ പൊറുക്കലിനെ തേടി മാപ്പാക്കി തരണമല്ല, ഇനി അങ്ങോട്ട് ഞാൻ ക്ലിയറാണ്. എത്ര ആൾ ആ രീതിയിൽ അടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയണം. ഇതാണ് റമദാൻ 2 കാര്യം. ഈ 2 കാര്യങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് 2 കാര്യം ഓഫർ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന്. സ്വർഗപ്രവേശനം, നരകമോചനം. അത് അള്ളാഹു ഓഫർ ചെയ്തതാണ്. 3 കാര്യങ്ങളാണ് നടക്കേണ്ടത്. റമദാൻ മാസത്തിൽ നോമ്പ് നോക്കണം. റമദാൻ മാസത്തിൽ ഖിയാമുൽ ലൈൽ നടത്തണം. 3-ാമത്തെ കാര്യം, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. അവസാനത്തെ 10-ലാണ് അത് എന്ന് അഷ്റഫുൽ ഹഖ്. ആ 10 റസൂലുള്ളാഹി തങ്ങൾ വല്ലാണ്ട് മെനക്കെടുവായിരുന്നു. യജ്തഹിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ കമാ ലാ യജ്തഹിദു ഫീ ഗൈരി. റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ പെനക്കെടാത്തത്ര അരമുറുക്കി ഉടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇദാ കാന ലസ്ഉൽ അവാഖിർ മിൻ റമളാൻ, റമളാന്റെ അവസാനത്തെ 10 ആയാൽ അഹിയൽ ലൈല,
ഒറ്റ മിനിറ്റ് പോലും റസൂൽ ഞങ്ങൾ ഉറങ്ങുമായിരുന്നില്ല, രാത്രി ഹയാത്താക്കും. റസൂലുള്ളാഹി തങ്ങൾ കുടുംബത്തെ എല്ലാം വിളിക്കും, ഫാത്തിമാനെയും മക്കളെയും എല്ലാം വിളിക്കും. മക്കളെ ഉറങ്ങേണ്ട ദിവസമല്ല, ആകാശത്തിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർ വരുന്നുണ്ട്, നമ്മൾ ഉറങ്ങിക്കൂടാ. അവർ വരുമ്പോൾ നമ്മൾ ജാഗ്രത. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അള്ളാഹുവിൻ്റെ മലക്കൾ വരുന്നുണ്ട് മക്കളെ, നമ്മളവരെ സ്വീകരിക്കണം, നമ്മൾ ദിക്റും ദുആയിലൊക്കെ ആയിരിക്കണം. മക്കളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അശദ്ദൽ മിഅ്സർ, അരമുറുക്കി ഒടുക്കുമായിരുന്നു. പ്രയോഗം അത്ര മെനക്കെടുമായിരുന്നു. ബറൂൽ മക്കൾ പറഞ്ഞത് ഭാര്യമാരെ സമീപിക്കുമായിരുന്നില്ല, അവസാനത്തെ 10 ഭാര്യമാരെ സമീപിക്കുമായിരുന്നില്ല രാത്രിയിൽ. ആ രീതിയിൽ അഷ്റഫുകൾക്ക് മെനക്കെടുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, എൻ്റെ നഫ്സോട് ഇരിക്കുന്ന നിങ്ങളോട് ഞാനിപ്പോൾ പ്രസംഗം അങ്ങനെ റെക്കോർഡ് ചെയ്യാറില്ല. ഇന്നത്തെ പ്രസംഗം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ലോകത്ത് ഇത് കേൾക്കുന്നവരോട് വളരെ കൃത്യമായി പറയട്ടെ, പരിശുദ്ധ റമദാൻ നാം ഉപയോഗപ്പെടുത്തിക്കൊള്ളുക നല്ലൊരു നാളേക്ക് വേണ്ടി. അള്ളാഹു എന്നെയും നിങ്ങളെയും ലോകത്തെയും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല